السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനേകം ഫضലുകൾ നിറഞ്ഞ അവൻ നമ്മളിലേക്ക് അയച്ച അതിഥിയായിരുന്നു യഥാർത്ഥത്തിൽ റമദാൻ. ആ റമദാൻ ഇതാ നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അത് മടക്കയാത്രക്ക് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി വിരലെണ്ണാവുന്ന തുച്ഛമായ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അയ്യാമൻ മഅ്ദൂദാത്ത്, എണ്ണപ്പെടുന്ന കുറഞ്ഞ ചില ദിവസങ്ങൾ മാത്രം. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ ആയിത്തീർന്നിരിക്കുന്നു. വിരലിലെണ്ണാവുന്ന ചില ദിവസങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. റമദാൻ അത് വരുന്നതിന് മുന്നോടിയായി ഒരുപാട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹുവേ, ഈ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം. അങ്ങനെ റമദാനിനെ തൊട്ട് മുൻപെത്തിയപ്പോൾ നമ്മൾ സന്തോഷിച്ചു. റമദാനിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ നമ്മൾ വീണ്ടും കൂടുതലായി അതിയായി സന്തോഷിച്ചു. ഇപ്പോഴതാ റമദാൻ തീരാനിരിക്കുന്നു എന്ന വിഷമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. സഹോദരങ്ങളെ, ഈ ഒരു സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. പലപ്പോഴും നമ്മൾ കേട്ട് പരിചയിച്ച കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ കേട്ട് പരിചയമുള്ള, കേട്ട് പഴക്കമുള്ള കാര്യങ്ങൾ തന്നെ പരസ്പരം ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് നമുക്ക് ഉപകരിക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വദക്കിർ ഫഇന്നൽ ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, അത് മുഅ്മിനീങ്ങൾക്ക് ഒരുപാട് ഫലം ചെയ്യും. ഒന്നാമതായി, റമദാൻ അത് വിട്ടുപിരിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്താണ് നമ്മുടെ അവസ്ഥ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വിലയിരുത്തലാണ്. റമദാൻ അത് കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഉപകാരപ്പെടുത്തിയത്? ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ നിന്നുള്ള ഒരു അതിഥിയായിരുന്നു റമദാൻ. ആ അതിഥിയെ വേണ്ടതുപോലെ നമ്മൾ സൽക്കരിച്ചിരുന്നോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകണം. മുഹാസബ നടത്തണം, നമ്മൾ വിലയിരുത്തണം, നമ്മുടെ സ്വന്തത്തോട് ചോദിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു, അള്ളാഹുവിന്റെ മുന്നിലുള്ള വിചാരണ വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. വസിനൂഹാ ഖബ്ല അൻ തുസനു, അള്ളാഹുവിന്റെ മുന്നിൽ ഒരു മീസാനുണ്ട്. നമ്മുടെ നന്മകൾ തിന്മകൾ അവിടെ തൂക്കപ്പെടും. അതുപോലെ തന്നെ നമ്മളെ തന്നെ തൂക്കും, നമ്മുടെ കർമ്മരേഖകൾ തൂക്കും. അങ്ങനെയുള്ള മീസാനിന്റെ രംഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ നന്മകളും തിന്മകളും ഒന്ന് തൂക്കി നോക്കുക. അള്ളാഹുവിന്റെ മുന്നിൽ
നമ്മുടെ ചെറുതും വലുതുമായ, രഹസ്യവും പരസ്യവുമായ, നന്മയും തിന്മയുമാകുന്ന എല്ലാ കാര്യങ്ങളും പ്രദർശിപ്പിക്കപ്പെടുന്ന മഹാപ്രദർശനത്തിൻ്റെ രംഗത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. നമ്മൾ സ്വയം ചോദിച്ചു നോക്കുക, എന്താണ് നമ്മൾ ചെയ്തത്? കഴിഞ്ഞ റമദാനിൻ്റെ ദിവസങ്ങളിൽ ഒരുപാട് ഇബാദത്തുകൾ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇബാദത്തുകളിൽ എൻ്റെ അവസ്ഥ എന്തായിരുന്നു? ഖുർആൻ ഓതുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ രാത്രി നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ, പാവങ്ങളെ സഹായിക്കുന്ന വിഷയത്തിൽ, സ്വതക്കയുടെ വിഷയത്തിലൊക്കെ എന്തായിരുന്നു നമ്മളെ അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കുക. ആത്മാർത്ഥമായി നമ്മൾ പരിശോധിക്കുക. പരിശോധനയിൽ നമ്മൾ നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ ഫല്യഹ്മദില്ല, അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുക, അതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുക. ആ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുപാട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൽ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. അതിൽ നമ്മൾ വഞ്ചിതരാകാൻ പാടില്ല. ചെയ്യാൻ സാധിച്ചു എങ്കിൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും അവനോട് സ്തുതി പറയുകയും ചെയ്യുക, കൂടുതൽ ചെയ്യാൻ പരിശ്രമിക്കുക. ഇനി വീഴ്ചകളുണ്ട് എങ്കിൽ, വീഴ്ചകൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വീഴ്ചകൾ തിരുത്തുക. വളരെ കുറഞ്ഞ ദിവസങ്ങൾ നമ്മുടെ മുന്നിലുള്ളൂ. ആ ദിവസങ്ങൾ കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് ആ വീഴ്ചകൾ തിരുത്താൻ നോക്കുക. ഇനിയും സമയം ബാക്കിയുണ്ട്, അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. അവസാനം നമ്മൾ നന്നാക്കുക. ഇതാണ് റമദാൻ. അത് വിട പറയാനാകുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. സഹോദരങ്ങൾ, റമദാൻ എന്നത് അല്ലാഹുവിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ്. അപ്പോൾ ആ റമദാനിൽ നന്മ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നിഅമത്തുൻ അലാ നിഅമ, നിഅമത്തിൻ്റെ മേലൊരു നിഅമത്താണ്. റമദാൻ നമ്മളിലേക്ക് എത്തിപ്പെട്ടു എന്നത് തന്നെ ഒരു നിഅമത്താണ് എങ്കിൽ ആ റമദാനിൽ ഹസനാത്തുകൾ, നന്മകൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ നിഅമത്താണ്. അപ്പൊ നമുക്കറിയാം, അള്ളാഹു ഒരു നിഅമത്ത് നമുക്ക് നൽകിയാൽ അതിന് നന്ദി കാണിക്കുവാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. റമദാൻ എന്ന ഈ നിഅമത്ത്, റമദാനിൽ നന്മകൾ ചെയ്യാൻ സാധിച്ചു എന്ന ഈ നിഅമത്ത്, അതിനെങ്ങനെയാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുക? ബാക്കി വരും ദിവസങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ്, അത് പരമാവധി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്. റമദാൻ തീരുമ്പോൾ ആളുകളുടെ അവസ്ഥ പല രീതിയിലാണ്. പല ആളുകളും സന്തോഷിക്കും, ഓ റമദാൻ തീർന്നല്ലോ, ഇനി നോമ്പ് നോക്കേണ്ടതില്ല, രാത്രി ഉറക്കം ഒഴിക്കേണ്ടതില്ല, നിസ്കരിക്കേണ്ടതില്ല, പഴയ പോലെയായി അവന് തോന്നുന്നത് പോലെ ജീവിക്കാം എന്ന അർത്ഥത്തിൽ സന്തോഷിക്കുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷെ ഒരു മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാകുവാൻ പാടില്ല. സന്തോഷം ഉണ്ടാകണം. ഏത് രീതിയിലാണ് സന്തോഷം ഉണ്ടാകേണ്ടത്? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇബാദത്തുകൾ ചെയ്യാൻ സാധിച്ചു, നോമ്പുകൾ അനുഷ്ഠിക്കാൻ സാധിച്ചു, അൽഹംദുലില്ലാഹ്. ഈദുൽ ഫിത്റിലേക്ക് പ്രവേശിക്കണം, ആ ഒരു നിലക്ക് സന്തോഷം ഉണ്ടാകണം, ആ ഒരു നിലക്ക് സന്തോഷം ഉണ്ടാകണം. പക്ഷേ റമദാൻ ഒന്നങ്ങനെ തീർന്നു കിട്ടിയല്ലോ എന്ന സന്തോഷം നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. സങ്കടമുണ്ടാകണം, തീർന്നു പോയല്ലോ, ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ നല്ല ദിവസങ്ങൾ ഇനി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക്, അടുത്ത റമദാൻ വരുമ്പോഴേക്ക് നമ്മൾ ഉണ്ടാകുമോ എന്ന പേടി, എന്ന സങ്കടം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. റമദാൻ അടുത്ത കൊല്ലവും ഉണ്ടാകും, പക്ഷെ നമ്മൾ ഉണ്ടാകുമോ? നമ്മളുണ്ടെങ്കിൽ തന്നെ അടുത്ത കൊല്ലത്തിൽ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാനുള്ള കഴിവുണ്ടാകുമോ? പേടിയും സങ്കടവും അവർ മനസ്സിലുണ്ടായിരിക്കണം. ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, കൈഫ തജ്രി ലിൽമുഅ്മിനി അലാ ഫിറാഖിഹി ദുമൂഉൻ,
وهو لا يدري هل بقي له من عمره إليه رجوع. എങ്ങനെയാണ് റമദാൻ അത് കഴിയുമ്പോൾ ഒരു മുഅ്മിനിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാതിരിക്കുക? അവനറിയുകയില്ല അവന്റെ ആയുസ്സിൽ ഇനി ഈ ഒരു റമദാനിലേക്ക് ഒരു മടക്കമുണ്ടോ എന്ന് അവനക്കറിയില്ല. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുമ്പോൾ എങ്ങനെയാണ് റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് സങ്കടമില്ലാതിരിക്കുക? ഖുലൂബുൽ മുത്തഖീന ഇലാ ഹാദാ അശ്ശഹ്രി തഹിൻ. മുത്തഖീങ്ങളുടെ ഹൃദയം ഈ മാസം അത് വരാനാകുമ്പോൾ അങ്ങേറ്റം കൊതിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. ഈ മാസത്തിലേക്ക് ഒന്ന് എത്തിപ്പെടണം, അല്ലാഹുവിലേക്ക് അടുക്കണം, പാപക്കറകൾ കഴുകിക്കളയണം, റബ്ബിലേക്ക് അടുക്കണം, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം എന്ന പേരിൽ മുത്തഖീങ്ങൾക്ക് ഈ മാസം വന്നെത്താനാകുമ്പോൾ അങ്ങേറ്റത്തെ ആഗ്രഹമുണ്ടായിരുന്നു. വമിൻ അലമി ഫറാഖിഹി തഇൻ. എന്നാൽ ഈ മാസം അത് കഴിയുമ്പോൾ, അത് തീർന്നു പോകുമ്പോൾ ആ ഒരു സങ്കടം, ആ ഒരു ദുഃഖം അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ റമദാൻ മാസം അത് തീർന്നു പോകുമ്പോൾ നമുക്ക് സങ്കടമില്ലാതിരിക്കാൻ? എത്ര ഖൈറാത്തുകളാണ് ഈ റമദാനിലൂടെ നമ്മൾ കരസ്ഥമാക്കിയത്. അള്ളാഹു നിർബന്ധമാക്കി എത്ര നോമ്പാണ് നമ്മൾ എടുത്തത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതായ, അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം നൽകുന്ന എത്ര അള്ളാഹു നിർബന്ധമാക്കിയ നോമ്പ് എത്രയാണ് നമ്മൾ എടുത്തത്. ആ ഒരു അവസരം നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമുക്ക് പാപമോചനം കരസ്ഥമാക്കുവാനുള്ള മാർഗങ്ങൾ അതില്ലാതാവുകയാണ്. അതുപോലെ തന്നെ അള്ളാഹു അവന്റെ അടിമകൾക്ക് നരകമോചനം നിശ്ചയിച്ച മാസം, അതൊക്കെ തീരാണ്. എത്രയാണ് നമ്മൾ തൗബ ചെയ്തത്, എത്രയാണ് നമ്മൾ നന്മകൾ അധികരിപ്പിച്ചത്, സുജൂദുകൾ അധികരിപ്പിച്ചത്, ഇത്രയധികം ശ്രദ്ധതയുള്ള, ഇത്രയധികം ഇബാദത്തുകൾ നമ്മൾ അനുഷ്ഠിച്ച റമദാൻ അത് പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സങ്കടപ്പെടാതിരിക്കുവാൻ സാധിക്കുക എന്ന് പണ്ഡിതന്മാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റമദാൻ മാസം തീരാനാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ മാസം അത് കൂടുതൽ നന്മകൾ ചെയ്ത് തുടക്കത്തിനേക്കാൾ ഭംഗിയോടുകൂടി ഒടുക്കത്തിന് അവസാനിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തർബിയത്ത് ലഭിച്ചത് കൊണ്ട് തന്നെ അവർ റമദാനിന്റെ ഓരോ ദിവസവും കഴിയും തോറും എന്താണ് അവർക്ക് ആവേശവും താല്പര്യവും കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മളെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മളുടെ അവസ്ഥ റമദാനിന്റെ ഓരോ ദിവസങ്ങളും കഴിയും തോറും ആവേശം ചുരുങ്ങി അവസാനമാകുമ്പോഴേക്ക് പറ്റാലസതയിൽ എത്തുന്നൊരവസ്ഥ. സ്വഹാബികൾ ഓരോ ദിവസം കൂടുന്തോറും അവർക്ക് ആവേശം കൂടുകയാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ വളരെയധികം നിഅമത്തുകളാണുള്ളത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എളുപ്പമാണ്. നമ്മൾ AC-യിൽ നിസ്കരിക്കുന്നു, AC-യിൽ വിശ്രമിക്കുന്നു, നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുപാടുണ്ട്. അൽഹംദുലില്ലാഹ്, ഒരുപാട് നിഅമത്തിലാണ് നമ്മളുള്ളത്. എങ്കിൽ സ്വഹാബികൾ നമ്മൾ ഈ ആസ്വദിച്ചതുപോലെയുള്ള ആസ്വാദനങ്ങൾ, അനുഗ്രഹങ്ങൾ റമദാനിൽ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ല. പലപ്പോഴും റമദാനിൽ അവർക്കുണ്ടായിരുന്നത് യുദ്ധങ്ങളാണ്. റമദാനിൽ യുദ്ധങ്ങളായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. മടിച്ചിരുന്നില്ല, ചടഞ്ഞിരുന്നില്ല. ഒരുപാട് പ്രയാസങ്ങൾ അവർക്ക് സഹിച്ചിട്ടും ഇബാദത്തുകൾ മുന്നിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് എളുപ്പമാണ്. നോമ്പ് നോൽക്കുക, ഭക്ഷണം കഴിക്കുക, നിസ്കരിക്കുക, കിടന്നുറങ്ങുക, വളരെ സുഖമാണ്. പക്ഷെ നമ്മൾ മടിയന്മാരായി തീരുന്നത് എന്തുകൊണ്ടാണ്? ഈ റമദാനിന്റെ വില നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നാം പറഞ്ഞു വന്നത്
തുടക്കത്തിനേക്കാൾ ഭംഗിയായി അവസാനം പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. തുടക്കത്തിൽ നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തു അതിനേക്കാൾ ഇബാദത്തുകൾ നമ്മൾ അവസാനത്തിൽ വർദ്ധിപ്പിക്കണം. നമ്മൾ തുടക്കത്തിൽ തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഇസ്തിഗ്ഫാറുകൾ ഒരുപാട് അധികരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, അതിനേക്കാൾ കൂടുതൽ തൗബയും ഇസ്തിഗ്ഫാറും നമ്മൾ അത് അവസാനത്തിൽ വർദ്ധിപ്പിക്കണം. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. ഇബാദത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. തൗബ ആവർത്തിച്ച്, ഇസ്തിഗ്ഫാർ ആവർത്തിച്ച് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം. കാരണം എന്താ? നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഇബാദത്തുകൾ, തൗബയും ഇസ്തിഗ്ഫാറും ധാരാളമായി നമ്മൾ വർദ്ധിപ്പിക്കണം. ചില ആളുകൾ ചോദിക്കും, എന്തിനാണ് നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നത്? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞ പാപമോചന തേട്ടാണല്ലോ. അല്ലാഹു എൻ്റെ പാപം പുറത്തു തരണമെന്ന് തേട്ടാണ് ഇസ്തിഗ്ഫാർ കൊണ്ടുണ്ടാകുന്നത്. അപ്പോൾ റമദാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത ആളും പിന്നെയും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അവൻ ശരിക്കും നന്മകളല്ലേ ചെയ്തത് എന്ന സംശയം പലരും ഉണ്ടാകുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു, ഇബാദത്തുകൾ എത്ര തന്നെ ചെയ്താലും അതിൽ ഒരുപാട് ന്യൂനതകൾ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ ന്യൂനതകൾ, ആ കുറവുകൾ നികത്തുന്നതിന് വേണ്ടിയാണ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം റമദാനിന്റെ അവസാനമായി കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാറിന് വേണ്ടി ധാരാളം കൽപ്പിക്കുമായിരുന്നു. അപ്പോൾ ഈ മാസം നമ്മൾ ഇസ്തിഗ്ഫാർ കൊണ്ട് അവസാനിപ്പിക്കുക, ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുക. അത് അല്ലാഹു ശറഅാക്കി അവന്റെ ഇബാദത്തുകളിലെല്ലാം നമുക്കിത് കാണാൻ സാധിക്കും. എല്ലാ ഇബാദത്തുകളും ഇസ്തിഗ്ഫാർ കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് അല്ലാഹു നിശ്ചയിച്ച കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഫർളായ നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ എന്താ പറയുന്നത്? അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഹജ്ജിന്റെ സന്ദർഭത്തിൽ അല്ലാഹു പറഞ്ഞു, സുമ്മ അഫീദു മിൻ ഹൈസു അഫാദ അന്നാസു വസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാർ ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്, ജീവിതം, അതും അവസാനിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാർ കൊണ്ടാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു അവിടുത്തെ മരണം അറിയിച്ചു കൊടുത്ത സൂറത്തുൻ നസ്റിലൂടെ അല്ലാഹു കൽപ്പിച്ച കാര്യം എന്താണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് മരണപ്പെടാനായിട്ടുണ്ട്, അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അല്ലാഹുവിനോടുള്ള ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൽപ്പന അക്ഷരാർത്ഥത്തിൽ അതേപടി പാലിച്ചിരുന്നു. അവിടുത്തെ ജീവിതം ഇസ്തിഗ്ഫാർ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അവിടുത്തെ ജീവിതം ഇസ്തിഗ്ഫാർ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അള്ളാഹുവിന്റെ ആ കൽപ്പന വന്നതിന് ശേഷം ഓരോ റുകൂഇലും സുജൂദിലും അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞ വാക്കായി സഹാബികൾ പറഞ്ഞത്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅല. അല്ലാഹുവേ, എന്നോട് കാരുണ്യം ചെയ്യണേ, എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ തിന്മകളും പൊറുക്കപ്പെട്ടവരാണ്. ഇബാദത്തുകളിൽ നമ്മളെക്കാൾ എത്രയോ മുന്നിലായിരുന്നു അവിടെ. എന്നിട്ടും അവിടെ നിന്ന് ഇസ്തിഗ്ഫാർ അത് വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പിശുക്കും കാണിച്ചിരുന്നില്ല. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം റമദാനിന്റെ അവസാനമായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള നാടുകളിലേക്കും ആളുകളിലേക്കും ഒക്കെ എഴുത്തെഴുതും. ആ എഴുത്തിൽ എന്താണെന്നറിയോ അദ്ദേഹം എഴുതുന്നത്? അദ്ദേഹം പറയുന്നത്, ഖൂലു കമാ ഖാല അബൂക്കും ആദം. നിങ്ങളുടെ പിതാവായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളോട് ഒരുപാട് ദുൽമ് ചെയ്തിരിക്കുന്നു. നീ പുറത്തു വന്നിട്ടില്ല എങ്കിൽ, നീ ഞങ്ങളോട് കാരുണ്യം ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ
നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോവുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ പറയുക. ആദം നബി പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക. വഖൂലു കമാ ഖാല നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക. വഇല്ലാ തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ എന്നോട് കാരുണ്യം ചെയ്തിട്ടില്ല എങ്കിൽ, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ല എങ്കിൽ ഞാൻ നഷ്ടക്കാരിൽ ഉൾപ്പെടും എന്ന് നൂഹ് നബി പറഞ്ഞത് നിങ്ങൾ പറയുക. വഖൂലു കമാ ഖാല ഇബ്രാഹിം വല്ലദി അത്മഉ അൻ യഗ്ഫിറ ലി ഖതീഅതി യൗമദ്ദീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ പരലോകത്ത് എൻ്റെ തിന്മകൾ എനിക്ക് പുറത്തു തരുമെന്ന് ഞാൻ ആശ വെക്കുന്നവൻ അല്ലാഹുവാണ് എന്ന വാചകം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക. വഖൂലു കമാ ഖാല മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ നിങ്ങൾ പറയുക. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി. അല്ലാഹു, ഞാൻ എന്നോട് ധിക്കാരം ചെയ്തിരിക്കുന്നു, എന്നോട് തന്നെ ഞാൻ അക്രമം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നീ പുറത്തു തരണം. വഖൂലു കമാ ഖാല യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് നിങ്ങൾ പറയുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല, ഞാൻ അക്രമം ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെട്ടു പോയിരിക്കുന്നു, നീ എത്ര പരിശുദ്ധൻ. നോക്കൂ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ചുറ്റുമുള്ള ആളുകൾക്ക് അയച്ച എഴുത്താണിത്. ഓരോ പ്രവാചകന്മാരും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയ രൂപം അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവാചകന്മാർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിയതുപോലെ ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടേയിരിക്കുക. ഈ മാസം നമ്മൾ അവസാനിപ്പിക്കേണ്ടത് അങ്ങനെയാണ്. ഇസ്തിഗ്ഫാർ ധാരാളമായി ചെയ്യുക. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടോ എന്ന് നമുക്കറിയില്ല, ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യുക. എത്ര തന്നെ അമലുകൾ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇതിനൊക്കെ ഒരുപാട് ന്യൂനതകളും കുറവുകളും ഉണ്ടായേക്കാം. ആ കുറവുകൾ നികത്തുന്നതിന് വേണ്ടി ധാരാളമായി നമ്മൾ ഇസ്തിഗ്ഫാർ അത് നടത്തിക്കൊണ്ടിരിക്കുക. സലഫുകളിൽപ്പെട്ട മുൻഗാമികളായ ആളുകൾ പറഞ്ഞതായി കാണാം, ഇന്നൽ അബ്ദ ഇദാ ഖല്ലത് ദുനൂബുഹു കസുറ ഇസ്തിഗ്ഫാറു. ഒരു അടിമ അവന്റെ തിന്മകൾ കുറഞ്ഞാൽ അവന്റെ ഇസ്തിഗ്ഫാർ വർദ്ധിക്കും. ഒരാളുടെ തിന്മകൾ കുറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഇസ്തിഗ്ഫാർ വർദ്ധിക്കും. വഇദാ കസുറത് ദുനൂബുഹു ഖല്ല ഇസ്തിഗ്ഫാറുഹു. ഇനി ഒരുവന്റെ തിന്മകൾ കൂടിക്കഴിഞ്ഞാലോ അവന്റെ ഇസ്തിഗ്ഫാർ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നത് അന്ന ത്വാഅത ഖരീനത്തുൽ ഇസ്തിഗ്ഫാർ. ഇബാദത്തുകൾ എപ്പോഴും ഇസ്തിഗ്ഫാറിനോടൊപ്പം ചേർന്നതായിരിക്കും. എല്ലാ ഇബാദത്തുകളോടൊപ്പം ഇസ്തിഗ്ഫാർ ഉണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഇബാദത്തുകൾ വർദ്ധിച്ചാൽ ഒരടിമ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കും. തിന്മകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇസ്തിഗ്ഫാർ അത് കുറയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ധാരാളം ഇബാദത്തുകൾ ചെയ്തു, അവിടുന്ന് ഇസ്തിഗ്ഫാർ അതുപോലെ തന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബികൾ പറയുകയാണ്, കുൻതു അസ്മഉ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു മിൻ ഖൗലി അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്നുള്ളത് ധാരാളമായി അവിടുന്ന് അധികരിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്ന് പറയുന്നത് പോലെ മറ്റൊരാളും ഇത്രയധികം അധികരിപ്പിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇബാദത്തുകൾ കൊണ്ട്, ത്വാഅത്തുകൾ കൊണ്ട്, അല്ലാഹുവിനെ അനുസരിക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇസ്തിഗ്ഫാർ ചെയ്യുക, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി എന്നുള്ളത് പറയാൻ എന്തൊരു എളുപ്പമുള്ള വാക്കാണ്. അത് മനസ്സറിഞ്ഞ് നമ്മൾ പറയാൻ നോക്കുക. ഏറ്റവും എളുപ്പമുള്ള ദിക്റാണ് ഇസ്തിഗ്ഫാർ. അത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ
അത് പല കാര്യങ്ങളുമായി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. തൗഹീദിനോടൊപ്പം ഇസ്തിഗ്ഫാർ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കിൽ രണ്ടുമുണ്ട്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. തൗഹീദും ഇസ്തിഗ്ഫാറും, ഈമാനും ഇസ്തിഗ്ഫാറും, ഇബാദത്തുകളും ഇസ്തിഗ്ഫാറും, തൗബയും ഇസ്തിഗ്ഫാറും. ഇസ്തിഗ്ഫാർ പല കാര്യങ്ങളുമായി, പല പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ഇസ്തിഗ്ഫാറിന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇസ്തിഗ്ഫാർ സഹോദരങ്ങൾ, അത് ഒരു വില കുറച്ച് കാണേണ്ട കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നമ്മൾ ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കണം. എന്താണ് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ? ഒരാൾക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിച്ചാൽ എന്താണ് സംഭവിക്കുക? ഒരാൾ അള്ളാഹുവിനോട് ധാരാളമായി ഇസ്തിഗ്ഫാർ തേടി എന്ന് വിചാരിക്കുക. അതിന്റെ ഫലമായി അവന് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിച്ചാൽ എന്താണ് സംഭവിക്കുക? അള്ളാഹു അവന്റെ തിന്മകൾ അത് മറച്ചു വെക്കും. അതിന്റെ പേരിൽ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയില്ല. വിചാരണയുണ്ടാകും. അതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവനോട് വിചാരണ ചെയ്യും. പക്ഷെ ആ തിന്മകൾ അവനും റബ്ബുമല്ലാതെ ഒരാളുടെ മുന്നിലും ആ തിന്മകൾ അള്ളാഹു പ്രദർശിപ്പിക്കുകയോ അവനെ വഷളാക്കുകയോ ചെയ്യുകയില്ല. അള്ളാഹു അവനെ ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യും? അവന് അള്ളാഹു പുറത്തു കൊടുക്കും. അവന് വെറുതെ വിടും, അവനെ ശിക്ഷിക്കുകയില്ല. ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവൻ്റെ ഒരു അടിമയെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചു നിർത്തും. മറ്റുള്ള ആളുകൾ ഇവന്റെ വിചാരണ കാണുന്നതിന് വേണ്ടി, കാണാതിരിക്കുന്നതിന് വേണ്ടി അള്ളാഹു മറ്റുള്ള ആളുകളിൽ നിന്ന് മറയിടും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവനോട് നീ ഇന്ന ഇന്ന തിന്മകൾ ചെയ്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവൻ സമ്മതിക്കും, അള്ളാഹു ഞാനത് ചെയ്തിട്ടുണ്ട് എന്ന് സമ്മതിക്കും. അയാൾ വിചാരിക്കും എൻ്റെ കഥ കഴിഞ്ഞു, ഞാൻ ഇനി നരകത്തിലേക്കാണ് എന്ന് അവൻ ഉറപ്പിക്കും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഖദ് സതർതുഹാ ലക ഫിദ്ദുനിയ വ ഇന്നി അഗ്ഫിറുഹാ ലകൽ യൗം. ഞാനിത് ദുനിയാവിൽ ജനങ്ങളോട് കാണിക്കാതെ മറച്ചു വെച്ചിരുന്നു, ഇവിടെയും ഞാൻ അത് മറച്ചു വെച്ചിരിക്കുന്നു, ഇന്ന് ഞാനിതാ നിനക്ക് പുറത്തു തരുന്നു എന്ന് പറഞ്ഞ് അവനത് പുറത്തു കൊടുക്കും. ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ് ലഭിച്ചത്. ആ വ്യക്തിക്ക് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അള്ളാഹു അത് മറച്ചു വെക്കുകയും അവൻ അതിന്റെ പേരിൽ ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇതാണ് നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിലൂടെ ചോദിക്കുന്നത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നമ്മൾ ചൊല്ലേണ്ട ദുആ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അത് മഗ്ഫിറത്തിനേക്കാൾ കൂടിയ കാര്യമാണ്. അള്ളാഹുവിന്റെ അഫൂ ലഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കർമ്മരേഖയിൽ ആ ഒരു പ്രവർത്തനം തന്നെ ഉണ്ടാവില്ല, അള്ളാഹു അത് മായ്ച്ചു കളയും. കഅല്ലം യകുൻ, അങ്ങനെ ഒരു തിന്മയെ സംഭവിച്ചിട്ടില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ അഫൂ ലഭിച്ച ആളുകൾക്ക് അത് മായ്ക്കപ്പെടും. മനസ്സിലായോ? അഫൂ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആ തിന്മ നടന്നിട്ടില്ലാത്ത രൂപത്തിൽ അത് മായ്ച്ചു കളയും. എന്നാൽ മഗ്ഫിറത്ത് അത് മറച്ചു വെക്കുകയും ശിക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റു അമലുകൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ അത് ധാരാളമായി ചെയ്യും. തുടക്കത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം, അമലുകൾ അത് പരിഗണിക്കപ്പെടുക അത് അന്ത്യത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്. ഒരാളുടെ അന്ത്യം എങ്ങനെയാണ്, തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളതിലല്ല വിഷയം. അന്ത്യം എങ്ങനെയായിരുന്നു അതാണ് അല്ലാഹു പരിഗണിക്കുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നർ റജുല ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്നതി ഹത്താ മാ യകൂനു ബൈനഹു വബൈനഹാ ഇല്ലാ ദിറാഉൻ ഫയസ്ബിഖു الكتاب فيسبق عليه الكتاب فيعمل بعمل أهل النار فيدخلها. ഒരാൾ സ്വർഗ്ഗക്കാരന്റെ പ്രവർത്തനം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഭയപ്പെടുത്തേണ്ട ഹദീസാണ്, ഗൗരവത്തിൽ നമ്മൾ മനസ്സിലേക്ക് എടുത്ത് ചിന്തിക്കേണ്ട ഹദീസാണ്.
നമ്മുടെ അന്ത്യം എന്തായിരിക്കും എന്ന വിഷയത്തിൽ നമുക്ക് പേടി വേണം എന്നത് എത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം എന്ന ആശയം തരുന്ന ഹദീസാണ്. ഒരാൾ സ്വർഗക്കാരന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. എത്രത്തോളം എന്നാൽ അവനും സ്വർഗത്തിനുമിടയിൽ ഇനി ഒരു മുഴം മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധി അവനെ മുൻകടക്കും. അവൻ ഇത്രയും കാലം ചെയ്ത പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസില്ലാത്തത് കൊണ്ട്, അവൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അത് പ്രവർത്തിച്ചത് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് അവന് നഷ്ടപ്പെടുകയും അവസാന സന്ദർഭമാകുമ്പോൾ നരകക്കാരന്റെ പ്രവർത്തനം പ്രവർത്തിക്കുകയും സ്വർഗത്തിലേക്ക് ഒരു മുഴം മാത്രം ബാക്കിയുള്ള സന്ദർഭത്തിൽ അവൻ നരകത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് വലിയ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഹിദായത്തിലായിരിക്കും, ഇപ്പോഴും ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ അന്ത്യം ദലാലത്തിലായിരിക്കുമെന്ന് പേടി നമുക്ക് വേണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഇഖ്ലാസുള്ളതാക്കണം, അല്ലാഹുവിന് വേണ്ടിയുള്ളതാക്കണം. നമ്മുടെ അന്ത്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഭയം വേണം. ഞാനിപ്പോ തൗഹീദൊക്കെ ഉള്ള സലഫി ആയിട്ടുള്ള ആളല്ലേ, ഞാനിനിപ്പോ വഴിതെറ്റി പോകുന്നില്ല എന്ന ദുർഭയത്വം നമ്മളെ വഞ്ചിക്കാൻ പാടില്ല. പേടി വേണം, എപ്പോഴും തെറ്റിപ്പോകുമോ എന്ന ഭയം വേണം. തെറ്റിപ്പോകാതിരിക്കാൻ നമ്മുടെ അമലുകൾ ഇഖ്ലാസുള്ളതാക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അപ്പൊ നോക്കൂ, ഈ സ്വർഗക്കാരന്റെ പ്രവർത്തനം പ്രവർത്തിച്ച ആൾ അവന്റെ തുടക്കത്തിലും സ്വർഗക്കാരന്റെ പ്രവർത്തനമാണ് പ്രവർത്തിച്ചത്, പക്ഷെ അതാണോ പരിഗണിക്കപ്പെട്ടത്? അല്ല. അവന്റെ അവസാനത്തിൽ അവൻ നരകക്കാരന്റെ പ്രവർത്തനങ്ങളാണ് ചെയ്തത്. അതുകൊണ്ട് അവന്റെ അവസാനം പരിഗണിച്ച് അവനെ പ്രവേശിപ്പിച്ചത് എവിടേക്കാണ്? നരകത്തിലേക്കാണ്. അപ്പൊ തുടക്കമല്ല പരിഗണിക്കുക, അവസാനമാണ് പരിഗണിക്കുക. ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ കാണാം, വഇന്ന الرجل ليعمل بعمل أهل النار حتى ما يكون بينه وبينها إلا ذراع فيسبق عليه الكتاب فيعمل بعمل أهل الجنة فيدخلها. നരകക്കാരന്റെ പ്രവർത്തനം പ്രവർത്തിക്കുന്നവർ അങ്ങനെ പ്രവർത്തിച്ച് നരകത്തിലേക്ക് അവനി ഒരു മുഴം മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഇരിക്കെ അള്ളാഹുവിന്റെ വിധി അവനെ മുൻകടക്കുകയും അവൻ സ്വർഗക്കാരന്റെ പ്രവർത്തനം പ്രവർത്തിക്കുകയും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. എത്ര ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് വലാലത്തിലായി, കുഫ്റിലായി, ജഹ്ലിലായി, തമാടിച്ചരങ്ങളിലായി ജീവിച്ച ആളുകൾ അവരെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിക്കുകയും ഹിദായത്ത് ലഭിക്കുകയും അള്ളാഹുവിലേക്ക് അടുക്കുകയും പെട്ടെന്ന് തന്നെ മരണപ്പെടുകയും ചെയ്യും. അപ്പം ആദ്യകാലങ്ങൾ പ്രവർത്തനങ്ങൾ പരിഗണിച്ചിട്ടില്ല. അള്ളാഹു പരിഗണിച്ചത് അവസാനമാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ അങ്ങനെ ചില സ്വഹാബികളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മുസ്ലിമാകാൻ വരികയും അപ്പോൾ തന്നെ യുദ്ധത്തിന് വരികയും ചെയ്യും. ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു ശഹീദായി മരണപ്പെട്ടു. ഒരു സുജൂദ് പോലും ചെയ്യാത്ത സഹാബി. ഇപ്പൊ സഹോദരങ്ങൾ പറഞ്ഞു വന്നത്, നമ്മുടെ അവസാനമാണ് അള്ളാഹു പരിഗണിക്കുന്നത്. നമ്മൾ അവസാനം പരിഗണിച്ചായിരിക്കും നമ്മളുടെ പ്രവർത്തനങ്ങളുടെ പര്യവസാനം, അതിൻ്റെ പ്രതിഫലം ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഒരാളുടെ ജീവിതം എങ്ങനെയാണോ അവൻ ജീവിച്ചത് അതിനായിരിക്കും അവൻ ഏറെക്കുറെ മരണപ്പെടുക. ജീവിതം നന്നാക്കുക, നമ്മുടെ അമലുകൾ നന്നാക്കുക, ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യുക, സത്യസന്ധമായി ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക. അങ്ങനെ ആരെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ അവൻ അതിനായിരിക്കും മരണപ്പെടുക. ആരാണോ നല്ല കാര്യത്തിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ അതിൻ്റെ ആ ഒരു കാര്യത്തിൻ്റെ മേലായിരിക്കും നാളെ ഖിയാമത്ത് നാളിൽ ബഅത്ത് ചെയ്യപ്പെടുക. ഖിയാമത്ത് നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അവൻ ഏതൊരവസ്ഥയിലാണോ മരിച്ചത് ആ അവസ്ഥയിലായിക്കൊണ്ടായിരിക്കും. അൽ മുഅ്മിനു അലാ ഈമാനിഹി വൽ മുനാഫിഖു അലാ നിഫാഖിഹി. ഒരു മുഅ്മിനായ വ്യക്തി മുഅ്മിനായിക്കൊണ്ടാണ് മരണപ്പെടുന്നത് എങ്കിൽ ഈമാനുള്ളവനായിരിക്കും. ഒരു മുനാഫിഖായ വ്യക്തി അവന്റെ നിഫാഖുമായാണ് മരണപ്പെടുന്നത് എങ്കിൽ
അവൻ മുനാഫിഖായിട്ടായിരിക്കും നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അവസാനം നമ്മൾ നന്നാക്കുക. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാര്യം കാണാൻ സാധിക്കും, പലപ്പോഴും കേട്ടിട്ടുള്ളതായിരിക്കും. അദ്ദേഹം ഒരിക്കൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ആളെ കണ്ടുമുട്ടി. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിനക്ക് എത്ര വയസ്സായി? അപ്പം അദ്ദേഹം പറഞ്ഞു 60 വയസ്സായിട്ടും. ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനൊന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, 60 കൊല്ലമായി നീ അള്ളാഹുവിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ സഞ്ചാരം അവസാനിക്കാനായിരിക്കും. 60 കൊല്ലമായി അള്ളാഹുവിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ ഇതാ അള്ളാഹുവിലേക്ക് എത്താനായിരിക്കും. അയാളെ മനസ്സിനത് സ്വാധീനിച്ചു. ശരിയാണ്, 60 കൊല്ലമായി ഞാൻ ജീവിക്കുന്നു, ഇനി കൂടിപ്പോയാൽ ഞാൻ എത്ര ജീവിക്കും? അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അയാൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അയാൾ അത്ഭുതത്തോടു കൂടി പറഞ്ഞപ്പോൾ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതിൻ്റെ അർത്ഥം ആരാണോ അള്ളാഹുവിലേക്ക് ഞാൻ മടക്കപ്പെടും എന്ന് അറിഞ്ഞത് അവൻ അറിഞ്ഞുകൊള്ളട്ടെ, അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് മടക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു നൃത്തമുണ്ടായിരിക്കും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കിൻ്റെ ആശയമാണ് അദ്ദേഹം പറയുന്നത്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടും എന്ന വിശ്വാസമുള്ളവരാണ് നമ്മൾ. ആ വിശ്വാസമുള്ള നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ മുന്നിൽ മടക്കപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു നൃത്തമുണ്ടായിരിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ നൃത്തമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഉറപ്പാണ് അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹു നമ്മളോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നത്. അതുകൊണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഒരുവൻ കണ്ടെത്തിക്കൊള്ളട്ടെ. അയാൾക്ക് പേടിയായി അള്ളാഹുവിൻ്റെ മുന്നിലുള്ള നൃത്തം, അള്ളാഹുവിൻ്റെ ചോദ്യങ്ങൾ. അയാൾക്ക് പേടിയായപ്പോൾ അയാൾ തിരിച്ചു ചോദിച്ചു, എന്താണ് ഒരു വഴി, നന്നാവാൻ എന്താണ് വഴി? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, അഹ്സിൻ ഫീമാ ബഖിയ യുഗ്ഫർ ലക മാ മദാ. ഇനി ബാക്കിയുള്ള ജീവിതം, ബാക്കി അവശേഷിക്കുന്ന നിന്റെ അവസാന ജീവിതം, അത് നീ നന്നാക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും പുറത്തു തരും. എന്നാൽ ഇനി വരാനിരിക്കുന്ന അവസാന ജീവിതം അത് ഒരുവൻ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, അത് നന്നാക്കിയിട്ടില്ല എങ്കിൽ, കഴിഞ്ഞുപോയ തിന്മകളുടെ പേരിലും ഇനി വരാനിരിക്കുന്ന തിന്മകളുടെ പേരിലും അള്ളാഹു അവനെ പിടികൂടും. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ വാക്ക്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇതുവരെ തിന്മകളിലായിക്കൊണ്ടാണ് ജീവിച്ചത് എന്നതിലല്ല കാര്യമുള്ളത്. നമ്മൾ അവസാനം അത് നന്നാക്കിയാൽ ഇതുവരെ ചെയ്ത തിന്മകൾ അള്ളാഹു അത് പുറത്തു തരും. നമ്മുടെ നന്നാകൽ എത്രത്തോളം ആത്മാർത്ഥമാണോ അതിനനുസരിച്ച് അള്ളാഹു നമ്മളുടെ തിന്മകൾ ചിലപ്പോൾ നന്മകളാക്കി മാറ്റും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ തിന്മകൾ അള്ളാഹു നന്മകളാക്കി മാറ്റും. അള്ളാഹു പറഞ്ഞു, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് വകാന അല്ലാഹു ഗഫൂറർ റഹീമ. തൗബ ചെയ്ത ആളുകൾ ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ടാകും, പക്ഷെ അവർ അവസാനം തൗബ ചെയ്യും. തൗബ ചെയ്തതിനു ശേഷം അവരുടെ ഈമാൻ അവർ ഉറപ്പിക്കും. ഒരുപാട് നന്മകൾ അവർ ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി ചെയ്യും. അങ്ങനെ ചെയ്താൽ അവരുടെ തിന്മകൾ അള്ളാഹു നന്മകളാക്കി മാറ്റും. ഇനി ബാക്കി അവശേഷിക്കുന്ന ജീവിതം അത് നന്നാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞുപോയ തിന്മകൾ അള്ളാഹു അത് അള്ളാഹു വകവെക്കുകയില്ല, അള്ളാഹു അത് പുറത്തു തരും. എന്നാൽ ഇനി അവശേഷിക്കുന്ന ജീവിതം അത് നന്നാക്കിയില്ല എങ്കിലോ കഴിഞ്ഞ തിന്മകളും ഇനി വരാനിരിക്കുന്ന തിന്മകളും എല്ലാം അള്ളാഹു അതിൻ്റെ പേരിൽ നിന്നെ പിടികൂടും. അതുകൊണ്ട് കാര്യം വളരെ എളുപ്പമാണ്. വരാനിരിക്കുന്ന ജീവിതം നന്നാക്കുക, അവസാനം നന്നാക്കുക. അങ്ങനെയാണ് എങ്കിൽ മുൻപുള്ളതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും.
നമ്മുടെ അവസാനം നന്നാകുന്നതിന് വേണ്ടി നമ്മൾ അങ്ങേയറ്റം ദ്വാ ചെയ്യേണ്ടത്. നമ്മുടെ അന്ത്യം എന്താകുമെന്നുള്ളത് നമുക്കറിയില്ല. എത്രയോ ആളുകൾ നല്ല രീതിയിൽ ഇസ്ലാമിൽ, ഈമാനിൽ, ഒരുപാട് നല്ല കാര്യങ്ങളിൽ ജീവിച്ച ആളുകൾ അവർ പെട്ടെന്ന് വഴി തെറ്റിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. ഇൽമുള്ള പണ്ഡിതന്മാർ വരെ വഴി തെറ്റി ദീൻ നിഷേധിക്കുന്ന, അള്ളാഹു നിഷേധിക്കുന്ന ആളുകളായി മരണപ്പെടുന്ന അവസ്ഥ നമ്മുടെ കൺമുന്നിലുണ്ട്. പ്രത്യേകിച്ചും ഈ ഫിത്നകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമ്മുടെ അന്ത്യം നന്നാകുന്നതിന് വേണ്ടി, ഹുസ്നുൽ ഖാത്തിമ, നല്ല ആഖിബത്ത് നമുക്ക് വരുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ നന്നായി ദുആ ചെയ്യണം. നന്നായി ദുആ ചെയ്യണം. ആ പേടി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അത് മുൻഗാമികൾ, സലഫു സാലിഹീങ്ങൾ അവർ അങ്ങേറ്റം പേടിച്ചിരുന്നൊരു കാര്യമാണ്. മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ്, അദ്ദേഹം ഒരു യാത്രയിൽ അദ്ദേഹം കരയാണ്, ധാരാളമായി ഇങ്ങനെ കരയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? നിങ്ങൾ തിന്മകളെ കുറിച്ച് ആലോചിച്ചിട്ടാണോ കരയുന്നത്? വാഹനപ്പുറത്തുള്ള ഒരു വടിക്കഷ്ണം വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ തിന്മകൾ എനിക്ക് ഇത്രയും നിസ്സാരാണ്. തിന്മകൾ ആലോചിച്ചിട്ടല്ല ഞാൻ കരയുന്നത്, മറിച്ച് ഞാൻ കരയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് തൗഹീദ് അത് ഊരിയെടുക്കപ്പെടുമോ എന്ന ഭയം കാരണമാണ്. സുബ്ഹാനല്ലാഹ്, സലഫുകൾ നമ്മളെക്കാളും ഫിത്ന കുറഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. അവർ പേടിച്ചിരുന്നു എങ്കിൽ നമ്മൾ എത്ര പേടിക്കണം? പ്രവാചകന്മാരെ വരെ പേടിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ വരെ പേടിച്ചിട്ടുണ്ട്. ഞാനും കുടുംബവും വിഗ്രഹാരാധനയിലേക്ക് പോകുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പേടിക്കുകയും അങ്ങനെ പോകാതിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തിരുന്നു. പ്രവാചകന്മാർ അവർ തർബിയത്ത് ചെയ്ത മക്കളുടെ കാര്യത്തിൽ പേടിച്ചിരുന്നു. മരിക്കാൻ പോകും മക്കളെ വിളിച്ചുകൊണ്ട് പ്രവാചകന്മാർ ചോദിക്കുകയാണ്, മക്കളെ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? തൗഹീദ് നഷ്ടപ്പെടുമോ എന്ന ഭയം കാരണം മക്കളോട് ചോദിക്കാണ്. മരിച്ചു പോകുമ്പോൾ മക്കൾ വിളിച്ചിരുത്തി, എൻ്റെ സ്വത്ത് ഇന്നൊക്കെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കണം, എൻ്റെ ബിസിനസ് നല്ല രൂപത്തിൽ കൊണ്ടുപോകണം എന്നല്ല പ്രവാചകന്മാർ മക്കൾ വിളിച്ച് ചോദിച്ചത്. മക്കളെ, നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ഞങ്ങൾ മരിച്ചാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? പേടിയായിരുന്നു. അത് പ്രവാചകന്മാർ അവരുടെ മക്കളുടെ കാര്യത്തിൽ പേടിച്ചിട്ടുണ്ട് എങ്കിൽ, സലഫുകൾ ഫിത്ന കുറഞ്ഞ കാലഘട്ടങ്ങളിൽ അവരുടെ തൗഹീദ് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടുണ്ട് എങ്കിൽ, തൗഹീദിനെ കുറിച്ച് അറിവില്ലാത്ത, ഇബാദത്തുകളുടെ കാര്യത്തിൽ ഒരുപാട് പരിമിതികളുള്ള, അറിവിന്റെ കാര്യത്തിൽ ഒരുപാട് പരിമിതികളുള്ള, ധാരാളം ഫിത്നകളും ശുബ്ഹത്തുകളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ എത്രത്തോളം പേടിക്കണം, എത്രത്തോളം പേടിക്കണം. അല്ലാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യാം. اللهم احسن عاقبتنا في الامور كلها واجرنا من خزي الدنيا وعذاب الاخره. അല്ലാഹു ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ എന്ന ദുആ. اللهم يا مقلب القلوب ثبت قلبي على دينك. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഹിദായത്ത് ചെയ്ത് നൽകിയതിന് ശേഷം ഞങ്ങൾ നീ ഈ ഹിദായത്തിൽ നിന്ന് തെറ്റിച്ചു കളയല്ലേ റബ്ബേ. നമ്മൾ ദുആ ചെയ്യണം. സലഫു സാലിഹീങ്ങളുടെ ദുആയിൽപ്പെട്ട ദുആ ആയിരുന്നു, അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉമുരി ആഖിറ. എല്ലാവരും പഠിക്കേണ്ട, എല്ലാവരും സ്ഥിരമാക്കേണ്ട ഒരു ദുആ ആണ്. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉമുരി ആഖിറ. അല്ലാഹുവേ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭാഗം എൻ്റെ ആയുസ്സിൻ്റെ അവസാന ഭാഗമാക്കണം. എത്ര നല്ല ദുആ. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉമുരി ആഖിറഹു വഖൈറ അമലി ഖവാതിമഹു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും നല്ല കർമ്മങ്ങൾ ഞാൻ ഏറ്റവും അവസാനം ചെയ്യുന്ന കർമ്മങ്ങളാക്കി മാറ്റണം. എത്ര നല്ല ദുആ. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉമുരി ആഖിറ. അല്ലാഹു, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭാഗം എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗമാക്കി തീർക്കണം. വഖൈറ അമലി ഖവാതിമ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും നല്ല അമലായി എൻ്റെ അവസാന അമലുകൾ നീ ആക്കി തീർക്കണമേ എന്ന ദുആ നമ്മൾ പഠിക്കുകയും അത് ധാരാളമായി പ്രാവർത്തികമാക്കുകയും ചെയ്യുക.
അതുകൊണ്ട് ഈ റമദാൻ മാസം അവസാനിക്കുമ്പോൾ നമ്മൾ നന്മകളിലേക്ക് മുന്നിട്ട് വരിക, ധാരാളം നന്മകൾ നമ്മൾ ചെയ്യും. ഇബ്നു റജബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി നോക്കൂ, അലാ ഇന്ന ശഹറകും ഖദ് അഖദ ഫിൻ നഖ്സ്, നിങ്ങളുടെ മാസം അതിൻ്റെ ദിവസങ്ങൾ കുറയാൻ തുടങ്ങിയിരിക്കും. ഫസീദു അൻതും ഫിൽ അമൽ, അതുകൊണ്ട് നിങ്ങൾ അമലുകൾ അധികരിപ്പിക്കുക. മാസം അത് കുറയാനായിരിക്കുന്നു, നിങ്ങൾ അമലുകൾ അധികരിപ്പിക്കുക. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഫകുല്ലു ശഹരിൻ അസാ അൻ യകൂന മിൻഹു ഖലഫുൻ അമ്മാ ശഹ്റു റമദാൻ ഫമിൻ ഐന ലക്കും ഖലഫുൻ. എല്ലാ മാസങ്ങൾക്കും അതിനുശേഷം പകരമായി മാസങ്ങൾ വരാനുണ്ട്. എന്നാൽ റമദാനിനെ പോലെ പകരം വെക്കാൻ എന്ത് മാസമുണ്ടോ നിങ്ങൾക്ക്? റമദാനിന് പകരം വെക്കാൻ നിങ്ങൾക്ക് ഏത് മാസമുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കണം. ഓരോ മാസം കഴിയുമ്പോൾ പകരം വേറെ മാസമൊക്കെ വരും, പക്ഷെ റമദാനിന് പകരം വെക്കാൻ നിങ്ങൾക്ക് ഏത് മാസമുണ്ട് എന്ന് അദ്ദേഹം ചോദിക്കണം. അതുകൊണ്ട് റമദാൻ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അമലുകൾ അത് അധികരിപ്പിക്കുക. സുലൈമാൻ അത്തൈമി അദ്ദേഹം റമദാനിൻ്റെ അവസാന ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ വിളിച്ചുണർത്തും. എന്നിട്ട് അവരോട് പറയുന്നു, എഴുന്നേറ്റ് നിസ്കരിച്ചുകൊള്ളൂ. ഇനി ഇതുപോലൊരു മാസം ദിവസങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമോ എന്ന് നിങ്ങൾക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കൂ എന്ന് സലഫുകൾ അവരുടെ കുടുംബത്തിനോട് ഉപദേശിക്കാറുണ്ടായിരുന്നു. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ ഒരു വാക്ക് അദ്ദേഹം പറയാണ്, ഇന്നൽ ഖൈല ഇദാ ശാറഫത് നിഹായത്തുൽ മിദ്മാരി ഇദാ ശാറഫത് നിഹായത്തുൽ മിദ്മാരി ബദലത് ഖസാറാ ജുഹ്ദിഹാ ലിതഫൂസ ബിസ്സബാഖി ഫലാ തകുനിൽ ഖൈലു അഫ്ദല മിൻക. ഒരു കുതിര അത് ഒരു മത്സരത്തിലാണുള്ളത്, ഒരു ഓട്ടപന്തയത്തിലാണുള്ളത് എങ്കിൽ അതിൻ്റെ എല്ലാ ഊർജവും അതിൻ്റെ അവസാന സന്ദർഭത്തിൽ ആ കുതിരന്റെയും അത് ആർജിച്ചെടുക്കും. എല്ലാ ഊർജവും വീണ്ടെടുത്ത് അത് അവസാന സന്ദർഭത്തിൽ അത് കുതിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഒരു കുതിരയുടെ അവസ്ഥ. അതുകൊണ്ട് ഫലാ തകുനിൽ ഖൈലു അഫ്ദല മിൻക, നിന്നേക്കാൾ ബുദ്ധിയുള്ളവനാകാതിരിക്കട്ടെ കുതിര നിന്നേക്കാൾ ബുദ്ധിമാനാകാതിരിക്കട്ടെ. ഇത് കുതിര അതിൻ്റെ കേവലം ഒരു ഓട്ട മത്സരത്തിൽ നടത്തുന്ന ബുദ്ധിയാണത്. അവസാനത്താനാകുമ്പോൾ എല്ലാ ഊർജവും വീണ്ടെടുത്ത് അത് കുതിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ റമദാനിൻ്റെ അവസാനം അതെത്തുമ്പോൾ എല്ലാ ഊർജവും നമ്മൾ വീണ്ടെടുത്ത്, ഈമാനികമായ എല്ലാ ഊർജവും നമ്മൾ വീണ്ടെടുത്ത് ഇബാദത്തുള്ള കാര്യത്തിൽ നമ്മൾ മത്സരിക്കണം. നമുക്കൊരു മത്സര ബുദ്ധി ഉണ്ടാകണം. മുസാറഅത്ത്, നമുക്ക് നന്മയിലേക്ക് ഒരു ധൃതി കൂട്ടി വരലുണ്ടായിരിക്കണം. അതല്ലാതെ അവസാനമാകുമ്പോൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മളെക്കാൾ ബുദ്ധിയുള്ളതായിരിക്കും കുതിരക്ക്. ഒരു കേവലം നാൽക്കാലി ബുദ്ധിയില്ലാത്ത ഒരു മൃഗം, അതിൻ്റെ ബുദ്ധിയെങ്കിൽ നമ്മൾ കാണിക്കണം. അതിൽ നമുക്ക് വലിയ പാഠമുണ്ട്, ആ കുതിരയിൽ നമുക്ക് വലിയ പാഠമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അൽ ഇബ്റതു ബികമാലിൻ നിഹായാതി വലാ ബിനഖ്സിൽ ബിദായാത്ത്. തുടക്കത്തിൽ കുറവുകൾ ഉണ്ടായിരുന്നു എന്നതിലല്ല കാര്യമുള്ളത്, നേരെ മറിച്ച് അവസാനത്തിലെ പരിപൂർണതയിലാണ് കാര്യമുള്ളത്. റമദാൻ നമ്മളെങ്ങനെ തുടങ്ങി എന്നതിലല്ല കാര്യം. വീഴ്ച വരുത്തിയിട്ടുണ്ടാകും, ചിലപ്പോൾ നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ റമദാൻ എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, അതെങ്ങനെ നമ്മൾ അവസാനിപ്പിക്കുന്നു എന്നതിലാണ് കാര്യം. നമ്മൾ അശ്രദ്ധയിലാണ് തുടങ്ങിയിട്ടുള്ളത് എങ്കിൽ അത് നല്ല രൂപത്തിൽ അവസാനിപ്പിച്ചാൽ റമദാനിൽ വിജയം കൈവരിച്ച ആളുകളിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും. എന്നാൽ തുടക്കത്തിൽ ഭയങ്കര ആവേശത്തിലുണ്ടായിരുന്നു, അവസാനം ആകുമ്പോഴേക്ക് അതൊക്കെ ചോർന്നു പോയാൽ നഷ്ടമെന്നല്ലാതെ വേറൊന്നും പറയാൻ സാധിക്കുകയില്ല. അങ്ങേയറ്റത്തെ നഷ്ടത്തിലായിരിക്കും. റമദാൻ അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ അവസാനിപ്പിക്കാൻ
നമുക്ക് പ്രേരകമാകുന്ന വാക്കുകളാണ് ഇതെല്ലാം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു നോക്കൂ, അല്ലയാലി വൽ അയ്യാമുൽ ഫാദില ലാ യസ്ലുഹു അൻ യുഗ്ഫല അൻഹുന്ന. നല്ല ദിനരാത്രങ്ങൾ, നല്ല ദിനരാത്രങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധ കൽപ്പിച്ച നല്ല ദിനരാത്രങ്ങൾ, റമദാനിനെ പോലെയുള്ള ദിനരാത്രങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ അശ്രദ്ധരാക്കാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം അതിനൊരു ഭംഗിയുള്ള നല്ല മനോഹരമായ ഒരു ഉദാഹരണം പറയലി, അന്നഹു ഇദാ ഗഫല താജിറു അൻ മൗസിമി റിബ്ഹി ഫമതാ യർബഹ്. ഒരു താജിർ, ഒരു കച്ചവടക്കാരൻ, അവന് ലാഭം കൊയ്യാനുള്ള സീസണുകളിൽ അശ്രദ്ധനായി കഴിഞ്ഞാൽ അവൻ എപ്പോഴാണ് പിന്നീട് ലാഭം കൊയ്യുക? ഇവിടെ ഇരിക്കുന്ന പല ആളുകളും കച്ചവടം ചെയ്യുന്ന ആളുകളായിരിക്കും. ചിന്തിച്ചു നോക്കുക, നമുക്ക് കച്ചവടം കിട്ടുന്ന സീസണുകളിൽ നമ്മൾ കട പൂട്ടി പെരയിലിരുന്ന് അങ്ങനെ ഉണ്ടാകും. എപ്പോഴും നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുക? സഹോദരങ്ങൾ, ദുനിയാവിൻ്റെ കാര്യമാണ്. ഇന്നും നാളെ തീരാനിരിക്കുന്ന ദുനിയാവിൻ്റെ കാര്യമാണ്. പരലോകത്തിൻ്റെ കച്ചവടമാണ്. തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ്, ലാഭ കച്ചവടമാണ്. ആ ഒരു കച്ചവടത്തിൽ ഒരുപാട് ലാഭങ്ങൾ കൊയ്യാനുള്ള അവസരം നമ്മുടെ കൺമുന്നിൽ നിർത്തി അന്ന് ആ ദിവസങ്ങളിൽ നമ്മൾ അശ്രദ്ധയിലായാൽ ഫമതാ യർബഹ്. അങ്ങനെയുള്ള ആളുകൾ എപ്പോഴാണ് പിന്നീട് ലാഭം കൊയ്യുക? പരലോകത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദുനിയാവ് അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. പരലോകം നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. നമ്മുടെ കയ്യിൽ എന്താണുള്ളത്, പരലോകത്തിന് വേണ്ടി എന്താണുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുക. ഈ ദിവസങ്ങൾ നമുക്ക് ലഭിച്ച അവസരങ്ങൾ, അതിനെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ അവസരങ്ങളൊക്കെ ലഭിച്ചിട്ട് ഒന്നും ഉപയോഗപ്പെടുത്താതെ അള്ളാഹുവിൻ്റെ മുന്നിൽ പോയാൽ ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ചോദ്യവും ഉണ്ടായിരിക്കുകയില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ആരെങ്കിലും? അള്ളാഹു ചോദിച്ചില്ല, യഹ്സബുൽ ഇൻസാനു യുത്രക സുദാ. മനുഷ്യന്മാരങ്ങനെ വെറുതെ വിടുന്നു വിചാരിക്കുന്നുണ്ടോ? നിങ്ങൾ അള്ളാഹു വെറുതെ സൃഷ്ടിച്ചത് ഈ റമദാനും ഈ അവസരങ്ങളൊക്കെ വെറുതെ ആണ് എന്ന് വിചാരിക്കുന്നുണ്ടോ? ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ട് എങ്കിൽ അബദ്ധമാണ്. അള്ളാഹു ചോദിക്കും. ഈ നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിലൊക്കെ അള്ളാഹുവിൻ്റെ അരികിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. അനുഗ്രഹമായി എന്തെല്ലാം ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ ചോദ്യം ഉണ്ടാകും. അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അവന്റെ ആയുസ്സിൽ എന്തിനാണ് അവൻ ഉപയോഗപ്പെടുത്തിയത് എന്ന് ചോദിക്കും. ആ ആയുസ്സിൽ റമദാനും അതല്ലാത്ത നല്ല ദിനരാത്രങ്ങളെല്ലാം അതിൽ ഉൾപ്പെടും. ഇതൊക്കെ ലഭിച്ചിട്ട് എന്താണ് അതിൽ ചെയ്തത്? അള്ളാഹുവിന്റെ മുന്നിലെത്തിയാൽ ചോദ്യമുണ്ടായിരിക്കും. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി ബോധിപ്പിക്കാതെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നമ്മുടെ കാൽപാദങ്ങൾ അനക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്താണ് നമുക്ക് മറുപടി പറയാനുള്ളത്? അതുകൊണ്ട് ഇത് പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ, നമ്മൾ അമലുകൾ ചെയ്താൽ അത് നമുക്ക് തന്നെയാണ് അതിൻ്റെ ഫലമുണ്ടായിരിക്കുക എന്ന ബോധ്യം നമ്മൾ ഉറപ്പിക്കുക. ഇൻ അഹ്സൻതും അഹ്സൻതും ലി അൻഫുസിക്കും. നിങ്ങൾ നല്ലത് ചെയ്താൽ, നിങ്ങൾ പണിയെടുത്താൽ, നന്മകൾ ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ്. വമൻ യശ്കുർ ഫഇന്നമാ യശ്കുറു ലിനഫ്സി. ആരാണ് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നത്, അവനോട് തന്നെ, സ്വന്തത്തിനോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത്. അള്ളാഹുവിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? നമ്മളിങ്ങനെ റമദാനിലെ ഇബാദത്ത് ചെയ്യുന്നു, ഇബാദത്തുകൾ സജീവരാകുന്നു, നമ്മൾ നല്ല ആളുകളാകുന്നു, അള്ളാഹുവിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഈ ഭൂമിയിലുള്ള സകല ആളുകളും ജിബ്രീലിന്റെ ഖൽബ് പോലുള്ള ആളുകളായി എന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് എന്തെങ്കിലും കൂടാനും കുറയാനുണ്ടോ? ഇവിടെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ ആരുമില്ല, പള്ളിയൊക്കെ പൂട്ടിപ്പോയി എന്ന് വിചാരിക്കുക. അള്ളാഹുവിന്റെ മുൽക്കിൽ നിന്ന് എന്തെങ്കിലും കൂടാനും കുറയാനുണ്ടോ? ഒന്നുമില്ല. അള്ളാഹു ഖനിയാണ്. അള്ളാഹു അവന്റെ അടിമകളിൽ നിന്നും ധന്യനാണ്. നമ്മൾ ചെയ്താൽ നമുക്കുണ്ടായിരിക്കും. നമ്മൾ നന്മകൾ ചെയ്താൽ നമുക്ക് അതേ ഉണ്ടാവുകയുള്ളൂ. അത് മാത്രമേ ഉണ്ടാകുള്ളൂ ഖബറിൽ. അതുപോലെ തന്നെ പരലോകത്ത് നമുക്ക് നന്മകളായി നമ്മൾ ചെയ്തത് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ, വേറെ ഒന്നും ഉണ്ടാകൂല.
ഖബറിൽ നമുക്ക് ശിക്ഷകൾ വന്നാൽ ആ ശിക്ഷകൾ തടുക്കണമെങ്കിൽ നമ്മുടെ ഒരിക്കൽ അമലു സ്വാലിഹാത്തുകൾ അഅ്മാലു സ്വാലിഹാത്തുകൾ വേണം. പരലോകത്ത് ഇരുട്ടുകളുള്ള രംഗങ്ങൾ വരാനുണ്ട്. സിറാത്തിന്റെ അരികിൽ ഇരുട്ടുകളുണ്ട്. അദ്ദുൽമു ദുലുമാതുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മൾ ചെയ്യുന്ന ഈ തിന്മകളെല്ലാം പരലോകത്ത് നമ്മൾ കൂടുതൽ കൂരിരുട്ടിൽ അകപ്പെടുത്തും. നമ്മൾ ചെയ്യുന്ന ദുൽമുകൾ, അക്രമങ്ങൾ, തിന്മകൾ, അതുമായാണ് നമ്മൾ പരലോകത്തിലേക്ക് പോകുന്നത് എങ്കിൽ ആ തെറ്റുകൾ നമ്മളെ ഇരുട്ടിൽ അകപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇരുട്ടിൽ വെളിച്ചമില്ലാതെ നമ്മൾ അങ്കലാപ്പിലാകും. എന്നാൽ നന്മകളുണ്ട് എങ്കിലോ നമ്മുടെ അരികിൽ അഅ്മാലു സ്വാലിഹാത്തുകൾ, ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത നമ്മൾ മുതൽക്കൂട്ടാക്കിയ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മളുടെ അരികിലുണ്ട് എങ്കിൽ അതൊക്കെ പരലോകത്ത് നമുക്ക് നൂറായിരിക്കും, പ്രകാശമായിരിക്കും, ഖബറിൽ ശിക്ഷയിൽ നിന്ന് തടുക്കാനുള്ള കാരണമായിരിക്കും അത്. അതുകൊണ്ട് അമലുകൾ അതിനൊന്നിനെയും നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, ഒരു നന്മയെയും നമ്മൾ എന്ത് ചെയ്യരുത്, ചെറുതായി കാണരുത്. പരമാവധി നന്മകൾ നമ്മൾ ചെയ്യുക സഹോദരങ്ങൾ, പരമാവധി നന്മകൾ നമ്മൾ ചെയ്യുക. എത്ര തന്നെ നമ്മൾ അമലുകൾ അധികരിപ്പിച്ചാലും വല്ലാഹി വതല്ലാഹി വബില്ലാഹ്, അല്ലാഹുവിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ അമലുകളുടെ കർമ്മരേഖ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മരണം വന്നെത്തിക്കഴിഞ്ഞാൽ ആഗ്രഹിച്ചു പോകും ഒരു നന്മ കൂടി ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ, ഒരു സുജൂദ് കൂടി, ഒരു നോമ്പ് കൂടി, ഒരു നിസ്കാരം കൂടി, ഒരു വഖ്ത് കൂടി കൂടുതൽ ലഭിച്ചിരുന്നു എങ്കിൽ എന്ന് എത്ര തന്നെ അമലുകൾ ചെയ്ത് അധികരിപ്പിച്ച ആളുകൾക്ക് വരെ തോന്നിപ്പോകുമെങ്കിൽ, അമലുകളുടെ കാര്യത്തിൽ കുറവ് വരുത്തിയ, തിന്മകൾ ചെയ്ത് ജീവിച്ച, അവസരങ്ങൾ ലഭിച്ചിട്ടും അത് മുതലാക്കാത്ത ആളുകളുടെ ഖേദം, അവരുടെ അട്ടഹാസം അതെന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ചെയ്യുന്ന ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു കൂട്ടുന്ന അമലുകൾ നാളെ പരലോകത്ത് നമുക്ക് സന്തോഷിക്കാനുള്ള വകുപ്പ് നൽകുന്നതാണ്. അല്ലാഹു വന്നിൽ വുജൂഹു യൗമഇദിൻ മുസ്തബിശിറ, വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ളാഹികതും മുസ്തബിശിറ. പരലോകത്ത് ചില മുഖങ്ങൾ ഉണ്ടായിരിക്കും, ആ മുഖങ്ങളിൽ സന്തോഷമുണ്ടായിരിക്കും, തെളിച്ചമുള്ള മുഖമായിരിക്കും. ആരാണ് അവർ? മുഅ്മിനീങ്ങളാണ്. അവർ ചെയ്ത നല്ല കാര്യങ്ങളുടെ പേരിൽ അവർക്ക് ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട് മുഖത്ത്. നമ്മൾ ഈ ചെയ്തതൊന്നും അത് വെറുതാവുകയില്ല. നമുക്ക് വേണ്ടി തന്നെ പരലോകത്ത് നമുക്ക് സന്തോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഡെപ്പോസിറ്റാണ്, ഒരു മുൻകരുതലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ മരിച്ചുപോയതിന് ശേഷം ഒരു മടക്കം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മടങ്ങി വരാൻ സാധിക്കുകയില്ല. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ, അവരരികിലേക്ക് മരണം വന്നെത്തി കഴിഞ്ഞാൽ അവർ പറയും, റബ്ബേ ഞങ്ങളൊന്നും മടക്കി തരണം എന്ന് പറഞ്ഞാൽ അവിടെ സാധ്യമാവുകയില്ല. പല ആളുകളും വിലപിക്കും, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅഥൂൻ. അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വീഴ്ച വരുത്തിയ അമലുകൾ അതെനിക്കൊരുപാട് ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് എനിക്കൊന്ന് മടക്കം വേണം എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹു അനുമതി നൽകുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞത് നോക്കൂ, വഹും യസ്തരിഖൂന ഫീഹ, നരകക്കാരായ ആളുകൾ അവർ നരകത്തിൽ അട്ടഹസിച്ചുകൊണ്ട് മുറവിളി കൂട്ടിക്കൊണ്ടേയിരിക്കും. അവർ പറയും, റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. നമുക്ക് അവർ പറഞ്ഞ വാക്ക് നോക്കുന്നു, ഞങ്ങളുടെ റബ്ബേ ഞങ്ങളൊന്ന് നീ ദുനിയാവിലേക്ക് ഇവിടെ നിന്നൊന്ന് പുറത്തേക്ക് കൊണ്ടുവരും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചെയ്യാത്ത പല നല്ല അമലുകളും ഞങ്ങൾ ചെയ്യാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ഒരുവന് ചിന്തിച്ച് മനസ്സിലാക്കാൻ മാറുവാനുള്ള തരത്തിലുള്ള ജീവിതം, ചിന്തിക്കാനുള്ള സമയം
ആയുസ് നാം നിങ്ങൾക്ക് നൽകിയിരുന്നില്ലേ? വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ടില്ലേ? ഫദൂഖൂ ഫമാ ലിസ്സാലിമീന മിൻ നസീർ, അതുകൊണ്ട് നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക. അക്രമം ചെയ്ത ആളുകൾക്ക് ഒരു സഹായവും ഉണ്ടായിരിക്കുകയില്ല. പരലോകത്തിന്റെ തീ വിലപിച്ചിട്ട് കാര്യമല്ല. വീഴ്ച വരുത്തിയ അമലുകളൊക്കെ റമദാനൊക്കെ നന്നായിട്ട് ചെയ്യാമായിരുന്നു. അതുകൊണ്ട് അവിടെ വിലപിച്ചാൽ അതൊരിക്കലും നമുക്ക് ഫലം ചെയ്യുകയില്ല. നമുക്ക് ഇന്ന് അവസരമുണ്ട്. ഇന്നത്തെ അവസരം നമ്മൾ എന്ത് ചെയ്യുക? മുതലെടുക്കുക. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് അമൽ ചെയ്യാനുള്ള അവസരമാണ്. ഇന്ന് അല്ലാഹുവിന്റെ വിചാരണയില്ല. വഗദൻ, എന്നാൽ നാളെയോ? വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ അമലില്ല. നാളെ അമലില്ല, അവിടെ വിചാരണ മാത്രമാണ് നാളെ ഉള്ളത്. അമലുകൾ ധാരാളമായി ചെയ്യുക. ഒരു അമലുകളെയും നമ്മൾ വില കുറച്ച് കാണാതിരിക്കുക. പരലോകത്തേക്ക് വേണ്ടി സമ്പാദിച്ചു കൂട്ടുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പോലെ ദുനിയ മസ്ദഅത്തുൽ ആഖിറ, പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് യഥാർത്ഥത്തിൽ ദുനിയാവ് എന്നാൽ. ആ ഒരു നിലക്ക് നമുക്ക് ദുനിയാവിനെ നോക്കിക്കാണാൻ സാധിക്കണം. ദുനിയാവ് എന്തിനാണ്? ശരിയാണ്, ഇവിടെ ഹലാലായത് സമ്പാദിക്കാം, ഇവിടെ ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ നേടിയെടുക്കാം, അതിനൊന്നും ദീനെതിരല്ല. പക്ഷെ പരലോകത്തെ മറന്നുകൊണ്ടൊരു ദുനിയാവ് അത് നമുക്ക് അപകടം ചെയ്യും. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, പരലോകത്തിനേക്കാൾ ദുനിയാവിന് മുൻഗണന കൊടുക്കുക. ദുനിയാവിൻ്റെ പിന്നാലെ പോയി പരലോകത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുക. അതേക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ദുനിയാവിനെ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നു. എന്നൽ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, പരലോകമാണ് ഏറ്റവും ഖൈറായതും എന്നെന്നും നിലനിൽക്കുന്നതും. നിങ്ങൾ ഈ മണ്ടിപ്പായി ഓടിപ്പായുന്ന ഈ ദുനിയാവ് ഇന്നും നാളെ തീരും, പിന്നുള്ളത് പരലോകമാണ്. പിന്നെയുള്ളത് പരലോകമാണ്. അതുകൊണ്ട് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് എന്നുള്ളത് പരലോകത്തിലേക്കുള്ള കൃഷിയിടമാണ്. അതുപോലെ നമ്മൾ കാണുക, ദുനിയാവിൽ ആ രൂപത്തിൽ കണക്കാക്കുക. പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുക. പരലോകത്തേക്ക് വേണ്ടി ഒരുവന് അധ്വാനിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങൾ, ദുനിയാവിന് നഷ്ടപ്പെടൂല. മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു, ആഖിറമാണ് ഒരാളുടെ ഹമ്മ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅല അല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവനുള്ള ഐശ്വര്യം, അവന്റെ ധന്യത അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഇട്ടുകൊടുക്കും. അതുപോലെ തന്നെ ദുനിയാവ് അവന്റെ പിന്നാലെ വരും. അവന് ദുനിയാവിന് വേണ്ടി പണിയെടുക്കേണ്ടി വരില്ല. ദുനിയാവ് അവന്റെ പിന്നാലെ വരും. പരലോകത്തിനെ ശ്രദ്ധിച്ച് ജീവിക്കുന്ന ഒരാളാണ് എങ്കിൽ. എന്നാൽ ദുനിയാവ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളോ പരലോകത്തിനെ കുറിച്ച് ഒരു ചിന്തയില്ലാതെ ദുനിയാവ് അങ്ങനെ സമ്പാദിച്ചു കൂട്ടാമെന്ന് വിചാരിക്കുന്ന ആളുകൾ, അവരുടെ ദാരിദ്ര്യം അല്ലാഹു അവരുടെ കൺമുന്നിലിട്ട് കൊടുക്കും. അവരെപ്പോഴും അങ്ങനെ ദുനിയാവിൻ്റെ പിന്നിൽ പായാന്നല്ലാതെ ഒരു കാര്യവും അവർക്കുണ്ടായിരിക്കില്ല. അതുകൊണ്ട് പരലോകത്തിന് വേണ്ടി ഒന്ന് പരലോകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ദീൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദുനിയാവ് നഷ്ടപ്പെടും എന്നുള്ളത് നമുക്കൊരിക്കലും നമ്മളെ തളർത്താൻ പാടില്ല. അതങ്ങനെ യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല. പരലോകത്തിന് വേണ്ടി ഒരുവൻ പ്രയത്നിച്ചാൽ ദുനിയാവ് അല്ലാഹു വിശാലമാക്കി കൊടുക്കും. ഈ ദുനിയാവിലൊന്നും അവന് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവനൊരു കുഴപ്പവും വിചാരിക്കേണ്ടതില്ല. ദുനിയാവ് എന്നത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജയിൽ പോലെയാണ്. ദുനിയാവ് അത് കാഫിറിനുള്ള സ്വർഗമാണ്. ദീനി പാലിച്ച് ജീവിക്കാൻ ദുനിയാവിൽ കുറച്ച് കഷ്ടതകൾ അനുഭവിച്ചാലും അതൊന്നും എവിടെയും വെറുതെ ആകൂല. നാളെ പരലോകത്ത് ഇതിനൊക്കെ പകരമായി ഇരട്ടിയായി അല്ലാഹു നൽകും. ഇരട്ടിയായി അല്ലാഹു നൽകും. പരലോകം കുറച്ച് ദീനനുസരിച്ച് ജീവിച്ച് ദുനിയാവിൽ എന്തെങ്കിലും കഷ്ടതകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാൽ അതൊന്നും വെറുതെ ആകൂല. ഇതിൻ്റെ 10 മടങ്ങ്, എത്രയോ മടങ്ങ് അല്ലാഹു നൽകും. നിങ്ങൾക്കറിയുമോ, സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ആളുടെ അവസ്ഥ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ആളെ നരകത്തിൽ നിന്ന് അവൻ്റെ ശിക്ഷ കാലാവധി കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നതായിരിക്കും.
അവൻ നരകത്തിൽ നിന്ന് പുറത്ത് കടക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? കരിഞ്ഞ കരിക്കട്ടായിരിക്കും. നെഹ്റുൽ ഹയ എന്ന പുഴയിൽ അള്ളാഹു അവൻ ഇടുകയും അവനൊരു ചെടി മുളച്ചു പൊന്തുന്നത് പോലെ അങ്ങനെ മുളച്ചു പൊന്തുകയും ചെയ്യും. അങ്ങനെ അവൻ അള്ളാഹുവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് സ്വർഗത്തിൽ പോകാൻ പറയും. സ്വർഗത്തിൽ പോകുമ്പോൾ സ്വർഗം നിറഞ്ഞിട്ടുള്ളത്. തിരിച്ചു വന്നിട്ട് പറയും അള്ളാഹു സ്വർഗം നിറഞ്ഞിട്ടുള്ളത്. വീണ്ടും പോകാൻ പറയും. വീണ്ടും പോകും, സ്വർഗം നിറഞ്ഞിട്ടാണുള്ളത്. അള്ളാഹു വീണ്ടും പോകുവാൻ പറയും. വീണ്ടും പോകുമ്പോൾ വീണ്ടും സ്വർഗം നിറഞ്ഞിട്ടാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനം അവനോട് പറയും ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്ന ഫഇന്ന ലക മിസ്ല ദുനിയ വഅശറത അംസാലിഹാ. മനുഷ്യ, നീ പോയി സ്വർഗത്തിൽ പ്രവേശിച്ചു. നിനക്ക് ദുനിയാവും ദുനിയാവിൻ്റെ 10 ഇരട്ടിയുമുണ്ട്. നോക്ക്, സ്വർഗത്തിൽ അവസാനം പ്രവേശിക്കുന്ന ഒരാളുടെ അവസ്ഥയാണ്. അവനേക്കാൾ മുൻകടന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ചില ഹദീസുകളിൽ കാണാം അള്ളാഹുവിൻ്റെ അരികിലെത്തുമ്പോൾ അള്ളാഹു അവനോട് പറയും നീ ആഗ്രഹിച്ചോ, നീ പൂതി വെച്ചോ, നിനക്ക് ഇഷ്ടമുള്ളത് നീ ആഗ്രഹിച്ചോ. സ്വർഗത്തിലേക്ക് അവസാനം കടക്കാനിരിക്കുന്ന ആളോട് അള്ളാഹു പറയുന്ന വാക്കാണ് നിനക്ക് ഇഷ്ടമുള്ളത് ആലോചിച്ചു. അങ്ങനെ അവനെ ആലോചിക്കും. അവന് പൂതി വെക്കാൻ കൊതിക്കാൻ പറ്റുന്നതെല്ലാം അവൻ കൊതിക്കും. എന്നിട്ട് അള്ളാഹു വീണ്ടും അവനോട് പറയും നീ ഇന്നതൊന്നും കൊതിച്ചിട്ടില്ലല്ലോ, ഇന്നതൊന്നും പൂതി വെച്ചിട്ടില്ലല്ലോ, അതുകൂടി കൊതിച്ചു. അവൻ അതുകൂടി ആഗ്രഹിക്കും. എന്നിട്ട് അള്ളാഹു അവനോട് പറയും നീ ഈ പൂതി വെച്ചതും കൊതിച്ചതും എല്ലാം അതിൻ്റെ 10 ഇരട്ടി എനിക്ക് സ്വർഗത്തിലുണ്ടാവും, സ്വർഗത്തിൽ പോയിക്കും. സ്വർഗത്തിൽ അവസാനം കിടക്കുന്ന ഒരാളവസ്ഥ ഇതാണ്. ദുനിയാവിൽ സ്വർഗത്തിന് വേണ്ടി കുറച്ച് കഷ്ടതകൾ അനുഭവിച്ചാൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇതിൻ്റെ 10 മടങ്ങായി, ഇരട്ടിയായി, എത്രയോ ഇരട്ടിയായി അള്ളാഹു പകരം നൽകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവ് നമ്മളെ വഞ്ചിക്കാതിരിക്കട്ടെ. പരലോകമാക്കുക, നമ്മളുടെ ലക്ഷ്യം പരലോകമാക്കി നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേവലം നൈമിഷികമായ സുഖങ്ങൾ, അതിൻ്റെ പേരിൽ നമ്മൾ കാലാകാലം നമുക്ക് ലഭിക്കാനുള്ള സുഖത്തിനെ അതിനെ ഇല്ലാതാക്കരുത്. അല്ലേ? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം കൈഫ യകൂന ആഖിലൻ മൻ ബാഅൽ ജന്നത ബിശഹവതി സഅത്തിൻ. ഒരൊറ്റ നിമിഷത്തെ ഇച്ഛയ്ക്ക് വേണ്ടി, ഒരു ഒറ്റ നിമിഷത്തെ ആസ്വാദനത്തിന് വേണ്ടി സ്വർഗത്തിനെ വിറ്റ് കളയുന്നവൻ എങ്ങനെയാണ് ബുദ്ധിമാനാവുക? നമ്മൾ തിന്മകൾ ചെയ്യുക ആ ഒരു സമയത്തെ സുഖത്തിന് വേണ്ടിയായിരിക്കും. ആ ഒരു ചെറിയ വളരെ കുറഞ്ഞ സമയത്ത് എന്തെങ്കിലും ആസ്വാദനത്തിന് വേണ്ടിയായിരിക്കും, താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് സ്വർഗമാണ്. അതുകൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെയാണ്, അള്ളാഹുവിൻ്റെ തൃപ്തിയെയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കോപമാണ്. അപ്പം അതുകൊണ്ട് താൽക്കാലികമായ സുഖങ്ങൾ, അതിനുവേണ്ടി എന്നേക്കുമായുള്ള എന്നെന്നുമുള്ള റാഹത്തിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. സ്വർഗത്തിലെ റാഹത്ത് എന്ന് പറഞ്ഞാൽ, പരലോകത്തിലെ റാഹത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പരിപൂർണമായ സുഖമാണ്. പരിപൂർണമായ ഒരു പ്രയാസവും, ഒരു നിലക്കുള്ള ഒരു പ്രയാസവും അവിടെ ഇല്ല. അവിടെ തലവേദനയില്ല, അവിടെ പനിയില്ല, ജലദോഷമില്ല, സുഖങ്ങൾ മാത്രമാണുള്ളത്. അവിടെ ഒരു പ്രയാസവുമില്ല. അവിടെ വിയർപ്പില്ല, മലമൂത്ര വിസർജനമില്ല, ഒന്നുമില്ല. പൂർണ്ണമായും അവിടെ ആസ്വാദനങ്ങൾ മാത്രമാണ്, സുഖങ്ങൾ മാത്രമാണ്. അപ്പോൾ ആ ഒരു അറ്റമില്ലാത്ത ആ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് പ്രയാസങ്ങൾ സഹിക്കുക. താൽക്കാലികമായ സുഖങ്ങൾ അത് മാറ്റിവെക്കുക. അത് വെറുതെയാവുകയില്ല. നമ്മുടെ ഏറ്റവും വലിയ റാഹത്ത്, ഏറ്റവും വലിയ ആശ്വാസം റബ്ബിനെ കണ്ടുമുട്ടുന്നതിൽ നമ്മളാക്കി തീർക്കുക. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, മറ്റ റാഹ, എപ്പോഴാണ് ഒരാൾക്ക് റാഹത്ത് ഉണ്ടാവുക? അതല്ലെങ്കിൽ താങ്കൾക്ക് എപ്പോഴാണ് ആശ്വാസം ഉണ്ടാകുക? എപ്പോഴാണ് ഒരു റെസ്റ്റ്, റാഹത്ത് എടുക്കാൻ പറ്റുക? അദ്ദേഹം പറഞ്ഞ വാക്ക് സുബ്ഹാനല്ലാഹ്, ഇൻദ അവ്വലി ഖദമിൻ അദഉഹു ഫിൽ ജന്ന. സ്വർഗത്തിൽ എൻ്റെ കാലാദ്യമായി എടുത്തു വെക്കുന്ന ആ ഒരു സന്ദർഭത്തിലായിരിക്കും എനിക്ക് റാഹത്ത് ഉണ്ടാകുക, എനിക്ക് റെസ്റ്റ് ഉണ്ടാകുക. അതായിരുന്നു അവരുടെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നത്.
അതുകൊണ്ട് സ്വർഗത്തിനു വേണ്ടി, പരലോകത്തിനു വേണ്ടി അവിടെ താൽക്കാലികമായ സുഖങ്ങൾ മാറ്റിവെക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, وأجمع العقلاء كل أمة على أن النعيم لا يدرك بالنعيم. അള്ളാഹുവിൻ്റെ അരികിലുള്ള സ്വർഗമെന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം അത് ദുനിയാവിലെ ഒരുപാട് സുഖാനുഭൂതികൾ കൊണ്ട് കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്ന വിഷയത്തിൽ എല്ലാ ഉമ്മത്തിലെയും ബുദ്ധിമാന്മാർ ഏകോപിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ നിലക്കാത്ത അനുഗ്രഹങ്ങൾ അത് സുഖാനുഗ്രഹങ്ങൾ കൊണ്ട്, ദുനിയാവിലെ ഒരുപാട് സുഖാനുഗ്രഹങ്ങൾ കൊണ്ട് കരസ്ഥമാക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നതിൽ എല്ലാ ഉമ്മത്തിലെയും ബുദ്ധിമാന്മാർ ഏകോപിച്ചിട്ടുണ്ട്. നൈമിഷികമായ സുഖങ്ങൾ അത് തേടി ഒരുവൻ പോയി കഴിഞ്ഞാൽ എന്നെന്നുമുള്ള റാഹത്ത്, സ്വർഗത്തിലെ എന്നെന്നുമുള്ള റാഹത്ത് അവന് നഷ്ടപ്പെടുന്നതാണ്. എന്നെന്നും ആശ്വാസത്തിനായുള്ള സ്വർഗഭവനം, ആ സ്വർഗഭവനത്തിൽ നല്ല രൂപത്തിൽ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥ അവൻ നഷ്ടപ്പെടുകയും ചെയ്യും. കേവലം നൈമിഷികമായ റാഹത്ത് അത് തേടി ഒരാൾ പോയി കഴിഞ്ഞാൽ എന്നെന്നുമുള്ള റാഹത്ത്, സ്വർഗത്തിലെ റാഹത്ത് അവന് നഷ്ടപ്പെടുകയും സ്വർഗത്തിൽ റാഹത്ത് അനുഭവിക്കേണ്ട സന്ദർഭത്തിൽ അവന് പ്രയാസങ്ങൾ നേരിടുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദുനിയാവിൽ നമ്മൾ എത്രത്തോളം പരലോകത്തിൻ്റെ കാര്യത്തിൽ ക്ഷീണിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും പരലോകത്ത് നമുക്ക് റാഹത്ത് ഉണ്ടായിരിക്കുക, പരലോകത്ത് നമുക്ക് ആശ്വാസം ഉണ്ടായിരിക്കും. വലിയൊരു തത്വമാണിത്. ദുനിയാവിൽ നമ്മൾ പരലോകത്തിന് വേണ്ടി എത്രത്തോളമാണോ അധ്വാനിക്കുന്നത്, എത്രയാണോ നമ്മൾ പണിയെടുക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും പരലോകത്തിലെ റാഹത്ത് നമുക്ക് കൈവരിക്കുവാൻ സാധിക്കുക. നമ്മൾ കേവലം നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി പോയാൽ സ്വർഗത്തിലെ റാഹത്ത് നഷ്ടപ്പെടുകയും സ്വർഗത്തിൽ റാഹത്ത് അനുഭവിക്കേണ്ട സന്ദർഭത്തിൽ അവിടെ നമുക്ക് പ്രയാസം നേരിടുകയും ചെയ്യും എന്നതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതിൻ്റെ വലിയ ഒരു ആശയമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, റമദാൻ അവസാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പാഠമാണ്, റമദാൻ എത്ര വേഗമാണ് അവസാനിച്ചത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആയുസ്. റമദാൻ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, അത് പോയി എന്നതുപോലെ നമ്മുടെ ജീവിതവും തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് യാഥാർത്ഥ്യം റമദാൻ നമുക്ക് ഓർമ്മപ്പെടുത്തി നൽകുന്നുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, യാ ഇബ്ന ആദം ഇന്നമാ അൻത അയ്യാമുൻ മജ്മൂഅ, അല്ലയോ മനുഷ്യ, ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്, എണ്ണപ്പെട്ട ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. കുല്ലമാ മദാ യൗമുൻ മദാ ബഅദക്, നിന്നിൽ നിന്ന് ഓരോ ദിവസവും കടന്നു പോകും തോറും നിന്റെ കുറച്ച് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പോകും തോറും നമ്മൾ ഖബറിലേക്ക് അടുക്കുകയാണ്. ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ അവധി അത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവധി എത്താനായിരിക്കുകയാണ്. റമദാൻ അത് തീരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ്, ദുനിയാവ് ഇങ്ങനെയാണ്, തീർന്നുകൊണ്ടിരിക്കും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതുപോലെ, ഇർതഹലത്തി ദുനിയ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില, ദുനിയാവ് അത് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പരലോകമാകട്ടെ അത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഫകൂനു മിൻ അബ്നാഇ ദുനിയ വലാ തകൂനു മിൻ അബ്നാഇൽ ആഖിറ, ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ. അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന പരലോകത്തിന്റെ മക്കളാവുക, പിറകോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ദുനിയാവിന്റെ ആളുകളായി മാറാതിരിക്കുക. ദുനിയാവ് അത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി വലിദുനിയ, ഞാനും
ഈ ദുനിയാവും തമ്മിൽ എന്താണ് വ്യത്യാസം, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധം? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുണ്ടായ കാരണം നിങ്ങൾ ആലോചിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഈത്തപ്പന ഓല കൊണ്ട് മടഞ്ഞ പായയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങി. അപ്പം അവിടുന്ന് ഉറക്കം എഴുന്നേറ്റപ്പോൾ അവിടുത്തെ മുതുകിൽ ഈ പായയിൽ കിടന്ന അടയാളം കണ്ടു. അപ്പോൾ സഹാബിമാരിൽ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് പറയുകയാണെങ്കിൽ നല്ല മിനുഷമുള്ള മെത്ത ഞങ്ങൾ കൊണ്ടുതരുമല്ലോ, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് ഇതിൽ കിടക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി വലിദ്ദുനിയ, ഞാൻ ദുനിയാവും തമ്മിൽ എന്താണ് ബന്ധം? മാ അന ഫിദ്ദുനിയ ഇല്ലാ കറാകിബിൻ ഇസ്തദല്ല തഹ്ത ശജറത്തിൻ ثم نام وتركها. ദുനിയാവിൽ എൻ്റെ ഉപമ എന്നാൽ ഒരു യാത്രക്കാരൻ്റെ ഉപമയാണ്. അവൻ യാത്രക്കിടയിൽ ഒരു മരത്തണലിൽ കുറച്ച് സമയം വിശ്രമിച്ചു, എന്നിട്ട് അവിടെ ഉറങ്ങിയതിന് ശേഷം അത് ഉപേക്ഷിച്ചു പോയി. അതുപോലെയാണ് ഞാൻ ദുനിയാവിൽ, എൻ്റെ ഉപമ ദുനിയാവിൽ അതുപോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ അവിടുത്തെ തോളിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ കഴിയുക, അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ കഴിയുക. ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇടയ്ക്ക് പറയാറുണ്ടായിരുന്നു, ഇദാ അംശൈത ഫലാ തൻതദിരിൽ അസ്സബാഹ്. നീ വൈകുന്നേരമായി കഴിഞ്ഞാൽ നീ അടുത്ത പ്രഭാതം പ്രതീക്ഷിക്കേണ്ടതില്ല. വഇദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ. നീ രാവിലെ ആയി കഴിഞ്ഞാൽ വൈകുന്നേരത്തിന് പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജീവിതം അതാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അത് തീർന്നു പോകാം. മരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്, അധികം വിദൂരമല്ല. മരണം നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നമുക്ക് സമീപസ്ഥമാണ്. ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, അവരാകട്ടെ അശ്രദ്ധയിൽ തിരിഞ്ഞു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്നത്തു അഖറബു ഇലാ അഹദികും മിൻ ശിറാകി നഅലിഹി വന്നാറു മിസ്ലു ദാലിക്. സ്വർഗ്ഗവും നരകവും നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ നിങ്ങൾക്ക് സമീപസ്ഥമാണ്. ഇന്നും മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറക്ക് നമുക്ക് മനസ്സിലാകുന്നു സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നുള്ളത്. കാര്യം വളരെ സമീപസ്ഥമാണ്. എപ്പോൾ വേണമെങ്കിലും മരണം നമ്മുടെ മുന്നിലേക്ക് എത്താം. മരണത്തിനെ കുറിച്ച് റമദാൻ നമുക്ക് ഓർമ്മപ്പെടുത്തി നൽകുന്നുണ്ട്. ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം, റമദാൻ അത് പിരിയുമ്പോൾ, അത് കഴിയുമ്പോൾ ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് ഓർമ്മപ്പെടുത്തി നൽകുന്നുണ്ട്. നോക്കൂ, റമദാൻ എത്ര വേഗമാണ് പോയത്, അതുപോലെ നമ്മുടെ ആയുസ് വേഗം അത് തീർന്നുകൊണ്ടിരിക്കാൻ. റമദാൻ പോകുമ്പോൾ അതിനെ സ്നേഹിച്ച ആളുകൾക്ക് ദുഃഖം ഉണ്ടാകുന്നത് പോലെ, റമദാൻ പിരിഞ്ഞു പോയതുപോലെ നമ്മളും പിരിഞ്ഞു പോകും. നമ്മളെ സ്നേഹിച്ച ആളുകൾക്ക് അത് ദുഃഖമുണ്ടാക്കുകയും ചെയ്യും. റമദാൻ പിരിയുമ്പോഴുള്ള ഏറ്റവും വലിയൊരു പാഠത, റമദാൻ പിരിഞ്ഞു പോകും, നമ്മളും പിരിഞ്ഞു പോകും. റമദാനിനെ സ്നേഹിച്ച ആളുകൾക്ക് റമദാൻ പിരിഞ്ഞു പോകുമ്പോൾ വേദനയുണ്ടാക്കിയതുപോലെ നമ്മളെ സ്നേഹിച്ച ആളുകൾക്ക് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ വേദനയുണ്ടാകും. ഉറപ്പാണത്. ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖി. നിങ്ങൾ പേടിച്ചോടുന്ന മരണം അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് പിറകിൽ വന്ന് പിടിക്കുന്നല്ല പറഞ്ഞത്. മരണത്തിനെ കുറിച്ച് അള്ളാഹു പ്രയോഗിച്ച് നോക്കൂ, നേരിൽ കണ്ടുമുട്ടും. നമ്മളൊരു കാര്യത്തിന് പേടിച്ചോടുക എന്ന് വിചാരിക്കുക. ഒരു കാര്യത്തിന് പേടിച്ചോടുമ്പോൾ ആ പേടിക്കുന്ന സംഗതി തന്നെ നേരെ മുന്നിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ മരണത്തിൽ നിന്ന്, മരണമൊക്കെ വളരെ
വിദൂരത്താണ് എന്ന് പറഞ്ഞ് അങ്ങനെ വിചാരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും മരണം പെടുന്നതിന് വരിക. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ നന്നാവുക. തൗബ അത് വൈകിപ്പിക്കരുത്. തൗബ അത് വൈകിപ്പിക്കരുത്. നാളെ എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇയ്യാക വസൗഫ, പിന്നീടാകാം എന്ന ചിന്ത അത് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫഇന്നഹാ മിൻ ജുനൂദി ഇബ്ലീസ്, അത് ഇബ്ലീസിന്റെ സൈന്യത്തിൽപ്പെട്ടതാണ്. അത് പിന്നെയാകാം തൗബ പിന്നീട് ചെയ്യാമെന്ന് അത് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് മരണം നമ്മളെ പിടികൂടും. നാം തൗബ ചെയ്യാതെ മരിക്കേണ്ടി വരും. അത് വലിയ നഷ്ടം നമുക്ക് ഉണ്ടാക്കിയിട്ട് വരും. ഈ റമദാൻ അവസാനിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കണം എന്ന രീതിയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യുക, അള്ളാഹു ഖബൂൽ ചെയ്യുന്നതിന് വേണ്ടി. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിൻ്റെ കഅബ പടുത്തുയർത്തിയതിനു ശേഷം അവർ ദുആ ചെയ്താണ്, അള്ളാഹുവേ ഞങ്ങൾ നിന്ന് സ്വീകരിക്കണം. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമോ എന്ന ഭയം നമുക്കുണ്ടായിരിക്കണം. സലഫുകൾ പറഞ്ഞതായി കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നിൽ നിന്ന് ഒരു ഇബാദത്ത് സ്വീകരിച്ചു എന്ന് ഞാൻ അറിയുകയാണ് എങ്കിൽ, എനിക്ക് ഉറപ്പ് ലഭിക്കുകയാണ് എങ്കിൽ ലതമന്നൈതുൽ മൗത്ത്, ഞാൻ മരണം ആഗ്രഹിക്കുമായിരുന്നു. വല്ലദീന യുതൂന മാ അതൗ ഖുലൂബുഹും വജില, കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടും അവരുടെ ഹൃദയങ്ങൾ അത് പേടിച്ചു ഉറക്കുന്നതായിരിക്കും. ഇത് മുഅ്മിനീങ്ങളുടെ ഒരവസ്ഥയായിരിക്കും. അവർ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടും അള്ളാഹു ഇത് സ്വീകരിക്കുമോ? ഈ പ്രവർത്തനങ്ങളെങ്ങാനും നാളെ പരലോകത്ത് ഹബാഉൻ മൻസൂർ, പാറിപ്പടക്കുന്ന ധൂളികളായി അള്ളാഹു മാറ്റുമോ എന്ന പേടി അവരുടെ മനസ്സിലുണ്ടായിരിക്കും. ഈ ആയത്ത് അവതരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അഹുമുല്ലദീന യശ്രിഖൂന വയശ്റബൂനൽ ഖമർ, അല്ലാഹുവിൻ്റെ റസൂലേ, ഇവർ മദ്യപിക്കുകയും അതുപോലെ തന്നെ മോഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണോ ഇവർക്ക് ഇങ്ങനെ പേടിയുള്ളത്? തിന്മകൾ ചെയ്യുന്ന ആളുകളായതുകൊണ്ടാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഹുമുല്ലദീന യുസല്ലൂൻ വയതസദ്ദഖൂൻ, അവർ നിസ്കരിക്കുകയും സദഖ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. വയഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, അവരിൽ നിന്നത് സ്വീകരിക്കപ്പെടുമോ എന്ന പേടി അവർക്കുണ്ടായിരിക്കും. പേടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിനോടൊപ്പം അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യണം. നമുക്കറിയാം, സലഫു സാലിഹീങ്ങൾ റമദാൻ കഴിഞ്ഞാൽ 6 മാസം അവർ ദുആ ചെയ്തിരുന്ന റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ റമദാൻ്റെ അവസാനത്തിൽ മാത്രം ദുആ ചെയ്താൽ പോരാ. റമദാന് ശേഷമുള്ള ഓരോ ദുആകളിലും റമദാനിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അല്ലാഹുവേ സ്വീകരിക്കണമേ എന്ന ദുആ നമ്മുടെ ഇബാദത്തുകളിൽ, നമ്മുടെ ദുആകളിൽ ഉണ്ടായിരിക്കണം. സലഫുകൾ ദുആ ചെയ്തിരുന്നത് പോലെ. അതുപോലെ തന്നെ സഹോദരങ്ങൾ, റമദാൻ കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ഇബാദത്തുകൾ അത് നമ്മൾ നിർത്തരുത്. ഇബാദത്തുകൾ നമ്മൾ അവസാനിപ്പിക്കരുത്. നമ്മൾ ശീലിച്ച ഇബാദത്തുകൾ അത് നമ്മൾ അവസാനിപ്പിക്കരുത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നത് വരെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇമാം അൽ ഹസൻ അൽ ബസ്രി പറഞ്ഞൊരു വാക്ക് നോക്കൂ. അദ്ദേഹം പറയുന്നു, വല്ലാഹി മൽ മുഅ്മിനുല്ലദി യഅമലു ശഹ്റൻ ഔ ശഹറൈൻ. ഒരു മുഅ്മിനിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക മാസം വരുമ്പോൾ മാത്രം അമൽ ചെയ്യുന്ന ഒരവസ്ഥ അല്ല ഒരു മുഅ്മിനിൻ്റെത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ജഅല അല്ലാഹു ലിഅമലിൽ മുഅ്മിനി അജലൻ ദൂനൽ മൗത്ത്. അല്ലാഹു തന്നെയാണ് സത്യം, മരണമല്ലാതെ ഒരു അവധിയും മുഅ്മിനീങ്ങൾക്ക് അമലിൽ നിന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. അമലിൽ നിന്ന് ലീവ് എടുക്കാനുള്ള ഒരു അവധി മരണമല്ലാതെ മുഅ്മിന് വേറൊന്നുമില്ല എന്നുള്ളതാണ്. മരണം വരെ അമൽ ചെയ്യുക, മരണം വരെ ത്വആത്തുകൾ ഇബാദത്തുകൾ ചെയ്യുക. റമദാനിൽ മാത്രം അള്ളാഹിനെ അനുസരിക്കുക, ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നുള്ളത് പാടില്ല.
റമദാനിൽ നമ്മൾ ശീലിച്ചെടുത്ത അമലുകൾ അത് റമദാൻ കഴിഞ്ഞിട്ടും തുടർത്തുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ എന്നാൽ അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. എത്ര കുറഞ്ഞ അമലാണെങ്കിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് എന്നാൽ നിലനിൽക്കുന്ന സ്ഥിരമായി ചെയ്യുന്ന അമലുകളാണ്. നമ്മളിപ്പോൾ തറാവീഹ് നിസ്കരിച്ചു, രാത്രി നിസ്കരിച്ചു, വിത്റാക്കുന്നുണ്ട്, സ്വതക്ക കൊടുത്തിരുന്നു, നോമ്പ് നോറ്റിയിട്ടുണ്ട്. ഇതൊക്കെ റമദാൻ കഴിഞ്ഞ് ഒറ്റടിക്ക് നിർത്തുക, അങ്ങനെ ചെയ്യരുത്. ഇതൊക്കെ റമദാനിന് ശേഷം പ്രാവർത്തികമാക്കുവാൻ ഉള്ള ഒരു റമദാൻ ഒരു പരിശീലന കേന്ദ്രമാക്കുക, റമദാൻ ഒരു മദ്രസയാക്കുക. ഇതിന് ശേഷം തുടരാൻ വേണ്ടി റമദാൻ നമ്മളത് പരിശീലിച്ചെടുക്കുക എന്ന് മാത്രം. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതായി കാണാം, യാ അബ്ദുല്ലാഹ് ലാ തകുൻ മിസ്ല ഫുലാൻ കാന യഖൂമുൽ ലൈൽ സുമ്മ തറക ഖിയാമൽ ലൈൽ. അബ്ദുല്ലാഹ്, നീ ഒരാളെ പോലെ ആകാൻ പാടില്ല. ആരാണ് അയാൾ? അയാൾ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാറുണ്ടായിരുന്നു, ഖിയാമുൽ ലൈൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. പിന്നീട് നിസ്കരിച്ചതിന് ശേഷം പിന്നെ ഖിയാമുൽ ലൈൽ അയാൾ ഒഴിവാക്കി. അങ്ങനെ ഒരാളുടെ പോലെ നീ ആകാൻ പാടില്ല. അങ്ങനെ ഒരാളെ പോലെ നീ ആകാൻ പാടില്ല. ഖിയാമുൽ ലൈൽ സ്ഥിരമായി നിസ്കരിക്കുകയും എന്നിട്ട് ഖിയാമുൽ ലൈൽ ഉപേക്ഷിക്കുകയും ചെയ്തവനെ പോലെ അബ്ദുല്ലാഹ് നീ ആകരുത്. ഈ ഉപദേശം നമ്മളും സ്വീകരിക്കുക. റമദാനിൽ 30 ദിവസം നമ്മൾ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചു, വിത്റാക്കി നിസ്കരിച്ചു. റമദാൻ കഴിയുമ്പോൾ ഒറ്റടിക്ക് നിർത്തുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല. നോക്കൂ സഹോദരങ്ങൾ, നമ്മൾ റമദാനിൽ ശീലിച്ച ഇബാദത്തുകൾ റമദാനിന് ശേഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശറഅാക്കിയിട്ടുണ്ട്. ഏതൊക്കെ നിസ്കാരമാണ് റമദാനിൽ നമ്മൾ ശീലിച്ച? നോമ്പിന്റെ അവസരം, നോമ്പിന്റെ ദിവസങ്ങൾ റമദാനോടുകൂടി കഴിഞ്ഞോ? ഇല്ല. 30 ദിവസം നമ്മൾ നോമ്പെടുക്കാൻ ശീലിച്ചു എങ്കിൽ റമദാനിന് ശേഷം ആ ശീലം നമ്മൾ തുടർത്തുക. സുന്നത്ത് നോമ്പുകൾ നമ്മൾ പതിവായി എടുക്കുക. റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ അതിനുള്ള അവസരമുണ്ട്. 6 നോമ്പ്, ശവ്വാലിന്റെ നോമ്പ്. റമദാനിൽ നമ്മൾ നോമ്പെടുക്കാൻ ശീലിച്ചു എങ്കിൽ ആ ശീലം നമ്മൾ റമദാനിന് ശേഷം തുടർത്തുക. ശവ്വാലിൽ 6 നോമ്പ് എടുക്കുക, തിങ്കളും വ്യാഴവും നോമ്പെടുക്കുക. ആ ശീലം നമ്മൾ തുടർത്തിക്കൊണ്ടുവരിക അടുത്ത റമദാൻ വരെ. എത്ര ഭംഗിയുണ്ട്, എത്ര വൃത്തിയുണ്ട്. അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ, തറാവീഹ് നിസ്കാരം റമദാനിൽ ശീലിച്ചതാണ്. അതിനുശേഷവും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. റമദാനിൽ മാത്രമല്ല, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ള നിസ്കാരം രാത്രി നിസ്കാരമാണ്. റമദാൻ കഴിഞ്ഞാലും ഇശാഇന് ശേഷം വിത്റാക്കി പോയി കിടന്നുറങ്ങാൻ. റമദാൻ കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനത്തെ 10-ലൊക്കെ, അതല്ലെങ്കിൽ റമദാൻ്റെ ഒട്ടുമിക്ക ദിവസങ്ങളിലും നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുന്നുണ്ട് അത്താഴം കഴിക്കാൻ. അതിപ്പോൾ റമദാൻ നമ്മൾ ശീലിച്ചതാണ്. ആ ശീലം പെരുന്നാളിൻ്റെ രാത്രി മുതൽ അവസാനിപ്പിക്കണ്ട, അത് തുടർത്തുക. ബാങ്കിൽ തൊട്ട് മുമ്പ് എഴുന്നേറ്റ് വിത്ർ നിസ്കരിക്കാൻ സാധിക്കുന്ന ആളുകൾ വിത്ർ നിസ്കരിച്ച്, ഖിയാം നിസ്കരിച്ച് അത് തുടർത്തുക, ആ ശീലം തുടർത്തുക. അതുപോലെ തന്നെ ഖുർആൻ പാരായണം. റമദാനിൽ നമ്മൾ ഒരുപാട് ഖുർആൻ ഓതിയെങ്കിൽ ആ ശീലം മറ്റുള്ള ദിവസങ്ങളിൽ നമ്മൾ തുടർത്തുക. ഫജ്ർ കഴിഞ്ഞാൽ ഒരല്പമെങ്കിലും ഖുർആൻ ഓതുക. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഒരല്പമെങ്കിലും ഖുർആൻ ഓതുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുക. അങ്ങനെ റമദാനിൽ നമ്മൾ ശീലിച്ച ഇബാദത്തുകൾ റമദാൻ കഴിഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? അത് റമദാൻ കഴിഞ്ഞാലും തുടർത്തിക്കൊണ്ടേയിരിക്കുക. നമ്മൾ റമദാനിൽ ഏതൊരു റബ്ബിനെയാണോ ഇബാദത്ത് ചെയ്തത്, ഏതൊരു റബ്ബിന് വേണ്ടിയാണോ നമ്മൾ റമദാനിൽ ഇബാദത്ത് ചെയ്തത്, ആ റബ്ബ് തന്നെയാണ് ബാക്കി എല്ലാ മാസത്തിൻ്റെയും റബ്ബ്. ആ റബ്ബ് തന്നെയാണ് ഈ ഇബാദത്തുകളെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. ആ റബ്ബ് മറ്റെല്ലാ മാസത്തിലും ഈ ഇബാദത്തുകൾ ചെയ്യുവാൻ അവൻ നമ്മളിൽ നിന്ന് ആ ഇബാദത്തുകൾ സ്വീകരിക്കുവാൻ അല്ലാഹു തയ്യാറാണ്. റമദാനിൻ്റെ റബ്ബ് തന്നെയാണ് ശവ്വാലിൻ്റെയും റബ്ബ്. എല്ലാ മാസത്തിൻ്റെയും റബ്ബ് ഒരുവനാണ്. ആ റബ്ബിനെ നമ്മൾ എല്ലാ മാസത്തിലും ഇബാദത്ത് ചെയ്യുക. റമദാനിൽ നമ്മൾ ആർജിച്ചെടുത്ത തഖ്വ, നമ്മൾ നേടിയെടുത്ത തഖ്വ, റമദാൻ കഴിയുമ്പോഴേക്ക് അത് കളഞ്ഞു കുടിക്കുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല.
നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റമളാൻ. അത് നമ്മൾ വളരെ ഉഷാറായി അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചു. റമളാൻ കഴിയുമ്പോഴേക്ക് നമ്മൾ തെറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ റമളാനിലെ അമാലുകൾ, പ്രവർത്തനങ്ങൾ അത് സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ ലക്ഷണമാണ്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞത് നോക്കൂ, മൻ സാമ റമളാന വഹുവ യുഹദ്ദിസു നഫ്സഹു അന്നഹു ഇദാ ഖറജ റമളാൻ അസാ റബ്ബഹു ഫസിയാമുഹു അലൈഹി മർദൂദ്. ആരാണോ സ്വന്തത്തിനോട് മന്ത്രിക്കുന്നത്, സ്വന്തത്തിനോട് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, റമളാൻ കഴിഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കും, റമളാൻ കഴിഞ്ഞാൽ റമളാൻ കണ്ട് കഴിയട്ടെ, എന്നിട്ട് തുടങ്ങാം തിന്മകൾ, തോന്നിവാസങ്ങൾ, അങ്ങനെ തീരുമാനിച്ച ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു പെരുന്നാളിൽ തന്നെ അള്ളാഹുവിന് അവരെ വസ്ത്രങ്ങളിലൂടെ, അവരുടെ മറ്റ് പ്രവർത്തനങ്ങളിലൂടെ, അവരുടെ ആസ്വാദനങ്ങളിലൂടെ, അവരുടെ ആഘോഷങ്ങളിലൂടെ അള്ളാഹുവിനെ ധിക്കരിക്കാൻ തുടങ്ങും. പിന്നെ ആർക്കു വേണ്ടിയാണ് ഈ റമളാനിൻ്റെ ഈ പാടുപെട്ട് നോമ്പെടുത്തതും കഷ്ടപ്പെട്ടതും? ആർക്കു വേണ്ടിയാണ്? ഇതിന്റെ ഫലം എവിടെ പോയി? റമളാൻ അങ്ങ് കഴിയുമ്പോഴേക്ക് അള്ളാഹുവിനെ ധിക്കരിക്കാമെന്ന് ആരെങ്കിലും നിയ്യത്താക്കിയിട്ടുണ്ട് എങ്കിൽ അവന്റെ നോമ്പ് അവന്റെ മേൽ തള്ളപ്പെടുന്നതാണ്, അത് സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അള്ളാഹു ഖുർആനിൽ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്, വലാ തകൂനു കല്ലതി നഖദത് ഗസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. കെട്ടുകൾ, നൂല് അത് വളരെ ശക്തമായി, അതിൻ്റെ പിരികൾ ശക്തമായി കെട്ടിയതിന് ശേഷം അത് പിന്നെ ഓരോ ഇടകളായി അഴിച്ചു കളയുന്ന ഒരുവളെപ്പോലെ നിങ്ങളാകുവാൻ പാടില്ല. മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാം, മക്കയിൽ ഒരു ഭ്രാന്തിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പണി എന്താ? രാവിലെ മുതൽ എന്ത് ചെയ്യും? കഷ്ടപ്പെട്ട് ഒരു കയർ പിരിച്ചുണ്ടാക്കും. അതങ്ങനെ കഷ്ടപ്പെട്ട് ആ പിരികളായി മുറുക്കി കയറുണ്ടാക്കിയതിനു ശേഷം വൈകുന്നേരമാകുമ്പോൾ എന്താക്കും? അതൊക്കെ കഷ്ടപ്പെട്ട് പിരിച്ചെടുത്തതെല്ലാം അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് അഴിച്ചെടുക്കും. എടുത്ത പണിയൊക്കെ വെറുതാക്കുക എന്ന് പറയും. അങ്ങനെ നമ്മൾ ആകാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. റമളാനിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ അള്ളാഹുവിനനുസരിച്ച് കൊണ്ട് ചെയ്ത് നമ്മൾ റമളാൻ കഴിയുമ്പോൾ അതെല്ലാം ഒഴിവാക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകുവാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ, അത് പാലിക്കുവാൻ, അതുമൂലം ഫലമുണ്ടാകുവാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.